സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഭാഗവതന്മാരുടെ ലിസ്റ്റ് നാരദ മഹർഷി പറഞ്ഞപ്പോ നാരദൻ തന്റെ സ്ഥാനം രണ്ടാമതാക്കിയിട്ടാണ് വെച്ചത്. പ്രഹ്ലാദ, നാരദ, പരാശര, പുണ്ടരീക എന്നാരംഭിക്കുമ്പോ ആദ്യത്തെ പേര് പ്രഹ്ലാദന്റെ ആണ്. ഭക്തന്മാരുടെ ശ്രേണിയില് ഗുരുവിനെയും കവച്ച ശിഷ്യൻ, ഗുരുവിനും മേലെയുള്ള ആള് പ്രഹ്ലാദൻ. പ്രഹ്ലാദനാണ് ഉത്തമസ്ഥാനം. അങ്ങനെയുള്ള പ്രഹ്ലാദന്റെ ചരിത്രമാണ് സപ്തമസ്കന്ധത്തില്. അതാരു പറയണം ആ കഥ? ഓരോ കഥയ്ക്ക് ഓരോ വക്താവ് തെരഞ്ഞെടുത്തു. ഭാഗവതം മൊത്തത്തില് സൂതം പറഞ്ഞു. പരീക്ഷത്തിന് ശുകാചാര്യര് പറഞ്ഞു. വരാഹാവതാരം മുതലായിട്ടുള്ള കഥകളൊക്കെ മൈത്രേയ മഹർഷി വിതുരർക്ക് പറഞ്ഞു. അത് കഴിഞ്ഞ് പഞ്ചമസ്കന്ധത്തില് വീണ്ടും പരീക്ഷിച്ചു. പ്രഹ്ലാദ ചരിത്രം വന്നപ്പോ ഗുരു തന്നെ പറയണം, നാരദൻ തന്നെ കഥ പറയണം. ശങ്കരാചാര്യസ്വാമികൾക്ക് ഒരു ശിഷ്യനുണ്ട്, ഹസ്താമലകൻ. ഹസ്താമലകൻ പാടിയ ഹസ്താമലകീയം ആചാര്യസ്വാമികൾ തന്നെ ഭാഷ്യം എഴുതി. അതാണ് അതിന്റെ പ്രൗഢി. അപ്പൊ ഇവിടെ പ്രഹ്ലാദന്റെ ചരിത്രം ശ്രീനാരദ മഹർഷി തന്നെ പറയുകയാണ്. ഹിരണ്യാക്ഷേ പുത്രി പ്രവരവപുഷാ ദേവഭവതാം ഹതേ ശോകക്രോധഗ്ലപിതധൃതിരേതസ്യ സഹജഃ ഹിരണ്യപ്രാരംഭഃ കശിപുരമരാരാതി സദസി പ്രതിജ്ഞാമതേനേ തവ കില വധാർത്ഥം മധുരിപോ മുരരിപോ. വരാഹാവതാരത്തില് ഭഗവാൻ ഹിരണ്യാക്ഷനെ വധിച്ചു. അപ്പൊ തന്നെ ഹിരണ്യകശിപു അസുരസഭയിൽ വെച്ച് പ്രതിജ്ഞ ചെയ്തു എന്നാണ്. ശോകക്രോധഗ്ലപിതധൃതി. ശോകം കൊണ്ടും കോപം കൊണ്ടും വികാരഭരിതനായ ഹിരണ്യകശിപു അവിടെ വെച്ചൊരു പ്രതിജ്ഞ എടുത്തു. തവകില വധാർത്ഥം, വിഷ്ണുവിനെ ഞാൻ വധിക്കും എന്ന് പ്രതിജ്ഞ ചെയ്തു. അങ്ങനെ പ്രതിജ്ഞ ചെയ്ത ഹിരണ്യകശിപു കഠോരമായിട്ട് തപസ് ചെയ്തു മന്ഥരാചലത്തില്. വിധാതാരം ഘോരം സഖലു തപസിത്വാ ചിരമോ നചിരതഃ പുരഃ സാക്ഷാത് കുർവൻ സുരനരമൃഗാദ്യൈ അനിധനം വരം ലബ്ധ്വാ ദൃപ്തോ ജഗദിഹ ഭവന്നായകമിദം പരിക്ഷുന്ദൻ ഇന്ദ്രാത് അഹരതദിവം ത്വാം അഗണയൻ. കഠോരമായിട്ട് തപസ് ചെയ്ത് ബ്രഹ്മാവിൽ നിന്നും അനേക സിദ്ധികൾ വാങ്ങിച്ചു. എന്താ സിദ്ധികൾ വാങ്ങിച്ചതെന്ന് വെച്ചാൽ, സുരനര മൃഗാദ്യൈഹി അനിധനം, ദേവന്മാര് എന്നെ കൊല്ലരുത്, മനുഷ്യര് കൊല്ലരുത്, മൃഗങ്ങൾ കൊല്ലരുത്, വീട്ടിനകത്ത് കൊല്ലരുത്, പുറത്തു കൊല്ലരുത്, രാത്രി കൊല്ലരുത്, പകൽ കൊല്ലരുത്, ബ്രഹ്മാവ് സൃഷ്ടിച്ചതൊന്നും കൊല്ലരുത്, ആയുധം കൊണ്ട് കൊല്ലരുത്, ജീവനുള്ളത് കൊണ്ട് കൊല്ലരുത്, ജീവനില്ലാത്തത് കൊണ്ട് കൊല്ലരുത്. മൊത്തത്തിൽ മരണം വരാൻ പാടില്ല എന്ന് വരം വാങ്ങിക്കണം. പക്ഷെ അത് കൊടുക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട്
മരണത്തിന്റെ എല്ലാ വാതിലും അടയ്ക്കുക. അതാണ് ബുദ്ധിയുള്ള ആളുടെ പണി. മരണം ഏത് ദ്വാരത്തിലൂടെ വരും നോക്കി സകല ദ്വാരവും അടച്ച ഒരാൾ ഒരു പെട്ടി ഉണ്ടാക്കി അതിനകത്ത് പൂട്ടിയിട്ട് കിടന്നു അത്ര. അപ്പോഴോ നേരെ കൊണ്ടുപോയി കുഴിച്ചിടാം. അത് തന്നെ മരണം. അപ്പോ മരണം വരാതിരിക്കാൻ സകല ദ്വാരങ്ങളും ഒരു ചെറിയ എയർ ഗ്യാപ്പ് പോലും വെക്കാതെ ഒരു പെട്ടി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് പൂട്ടിയിട്ട് ഉള്ളിലിരുന്നാൽ ഇനി മരണം വരില്ല. ശബ്ദം പോലും കിടക്കാത്ത പെട്ടി. അപ്പൊ അതുപോലെ ആണ് ഇപ്പൊ ഹിരണ്യകശിപു മരണത്തിന്ന് ജയിക്കാൻ വേണ്ടി വരം വാങ്ങിക്കണത്. എന്നിട്ട് സകല സുഖങ്ങളും സമ്പാദിച്ചു. മരണം വരാതിരിക്കാനുള്ള വഴിയൊക്കെ നോക്കുക. സുഖങ്ങൾ രണ്ടെണ്ണമാണല്ലോ മനുഷ്യൻ സുഖിക്കണം. പക്ഷെ സുഖിക്കുമ്പോ മരണം വരാനും പാടില്ല. സുഖത്തിനിപ്പോ എല്ലാം ഏർപ്പാടും ഒക്കെ ആക്കിയിട്ടും ധാരാളം സമ്പാദിച്ചു സുഖിക്കാൻ വേണ്ടി ജീവിതം മുഴുവൻ. എന്നിട്ടൊരു 75 വയസ്സാവുമ്പോ ഒരു ബംഗ്ലാവും കെട്ടി വിചാരിച്ച പോലെ കാറ് വാങ്ങിച്ചു, ജോലിക്കാരോ. ഇനി സുഖിക്കാൻ സമയമില്ല. ജ്യോത്സ്യം നോക്കുമ്പോ കഴിയാനായിരിക്കണം. ഈ സമ്പാദിച്ചതൊക്കെ വ്യർത്ഥമായോ എന്ന് തോന്നുന്നു. ജ്യോതിഷി നോക്കുമ്പോഴേ ദശകളൊക്കെ കഴിഞ്ഞ് ഇനി ശിഷ്ടം ചിന്ത്യം എന്നെഴുതിയിരിക്കണം അവിടെ എത്തിയപ്പോ പഴയ തക്കുറിയൊക്കെ എടുത്ത് നോക്കുമ്പോ അതുവരെയുള്ളതൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും ഇനിയൊന്ന് സ്വസ്ഥമായിട്ടൊന്ന് സുഖിക്കാന്ന് വിചാരിക്കുമ്പോ സുഖിക്കാനോട്ട് ശക്തിയൊന്നുമില്ല. എന്നാലും ഒന്ന് കഴിയണതൊന്ന് പരിശ്രമിക്കാന്ന് പറയുമ്പോഴാണ് തൽക്കൂറി എടുത്ത് നോക്കുമ്പോ ശിഷ്ടം ചിന്ത്യം എഴുതിയിരിക്കണം. അതായത് കഴിഞ്ഞു എന്നർത്ഥം. ഏകദേശം പറയാൻ പാടില്ലല്ലോ. അപ്പൊ മുതൽ പേടി. അപ്പൊ അങ്ങനെ പാടില്ല. സുഖിക്കാനുള്ള വസ്തുക്കളൊക്കെ വേണം, സുഖിക്കുകയും വേണം. അതിന് കുറവ് വരാൻ പാടില്ല. ഇത് രണ്ടാണ് മനുഷ്യന്റെ ആവശ്യം. വിവേകാനന്ദ സ്വാമികൾ അമേരിക്കയില് ഉള്ളപ്പോ അവിടെ യുക്തിവാദത്തിന്റെ ചക്രവർത്തിയായിരുന്നു. എന്റെ പേര് മറന്നുപോയി. അപ്പൊ അദ്ദേഹം വിവേകാനന്ദ സ്വാമിയോട് വർത്തമാനം പറയുമ്പോ, സംവാദം ചെയ്യുമ്പോ സ്വാമിയോട് പറഞ്ഞു, ഞങ്ങള് ജീവിതത്തിന്റെ സുഖമൊക്കെ ഒരു ഓറഞ്ച് പോലെയാണെങ്കിൽ അതിന്റെ അവസാന ചാറ് വരെ പിഴിഞ്ഞു കുടിക്കണതിൽ വിശ്വസിക്കണവരാണ്. നിങ്ങൾ ഈശ്വരൻ അതേ ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ആസ്വദിക്കാനേ നിങ്ങൾക്ക് പറ്റണില്ല എന്നൊക്കെ പറഞ്ഞു. വിവേകാനന്ദ സ്വാമിയോട് അദ്ദേഹം പറഞ്ഞു. അപ്പോ സ്വാമി പറഞ്ഞു, നിങ്ങളുടെ ആസ്വാദനമൊക്കെ എനിക്കറിയാം. വീട്ടില് അടുക്കളയിൽ പുറം വാതിലിലൂടെ ഉള്ളിൽ കയറിയ പട്ടിയെ പോലെയാണ് നിങ്ങൾ. പട്ടി എന്തെങ്കിലും തിന്നുമ്പോ ഒരു ആസ്വാദനമില്ല. എപ്പ അടി കൊള്ളുവോ, എപ്പ ആര് വരുവോ, പേടിച്ച് തിന്ന. അതുപോലെ മരണത്തിനെ ഇപ്പൊ വരുവോ അപ്പൊ വരുവോ എന്ന് പേടിച്ചിട്ടാണ് നിങ്ങളുടെ അനുഭവമൊക്കെ. അതിലൊരു രസവുമില്ല. നേരെ മറിച്ച് എനിക്ക് യാതൊരു ധൃതിയുമില്ല, പേടിയുമില്ല. കാരണം എനിക്ക് മരണമില്ല എന്ന് നല്ലവണ്ണം അറിയാം. മരണത്തിന് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നറിയാം. ഭഗവൻ തക്ഷകാദിഭ്യോ മൃത്യുഭ്യോ ന ബിഭേമ്യഹം എന്ന് പരീക്ഷിത്ത് പറഞ്ഞ പോലെ മൃത്യുവിനെ ഇനി ഒട്ടും പേടിയില്ല. മൃത്യുഹു യസ്യ ഉപസേചനം. മൃത്യുവിനെ പോലും ഞങ്ങൾ വിഴുങ്ങിക്കളഞ്ഞിരിക്കുന്നു. അപ്പൊ ഞങ്ങൾക്ക് യാതൊരു ധൃതിയുമില്ല. അപ്പൊ മൃത്യുവിനെ ജയിക്കണമെങ്കിൽ എന്ത് വേണം? ആത്മതത്വം കണ്ടെത്തണം. ഹിരണ്യകശിപു ആയാൽ അത് പറ്റില്ല. ഹിരണ്യകശിപുവിന് ജഡത്തിനെയേ അറിയുള്ളൂ. ഈ തപസ് കൊണ്ടൊക്കെ കുറെ സുഖങ്ങൾ സമ്പാദിച്ചു. നമ്മൾ ഇന്ന് ആധുനിക ശാസ്ത്രം ഹിരണ്യകശിപുവാണ്. എല്ലാവിധത്തിലും വളർന്നു വികസിച്ച് ഒരു വശത്ത് പരിക്ഷുന്തന് ഇന്ദ്രാദഹരത ദിവം, ഇന്ദ്രനിൽ നിന്നും സ്വർഗം പിടിച്ചെടുത്തില്ലേ? ഇപ്പോ ആലോചിച്ചു നോക്കിയാൽ, പണ്ടത്തെ സ്ഥിതി ആലോചിച്ചാൽ ഇപ്പൊ എന്തു സുഖം എല്ലാവിധത്തിലും. ഇതുപോലെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ അമരാവതിയൊക്കെ. ഭൗമാനി സ്വർഗവ്യപദേശാനി എന്ന് പഞ്ചമസ്കന്ധത്തില് മറ്റു ഭൂഖണ്ഡങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഭാരതമല്ലാത്ത ഭൂഖണ്ഡങ്ങളൊക്കെ ഭൂമിയിലുള്ള സ്വർഗസ്ഥലങ്ങൾ എന്നാണ് പലതും. അപ്പൊ ഇപ്പൊ അങ്ങനെയാണ്. പല സ്ഥലത്ത് പോയാൽ എന്തൊക്കെ മനുഷ്യന്റെ ഭാവനയിൽ സുഖമുണ്ടോ അതൊക്കെ അവിടെ ഉണ്ട്. പക്ഷേ വെറും ഭ്രമം, അത്രയേ ഉള്ളൂ. ഒന്നും സുഖിപ്പിക്കില്ല. ഈ സുഖമൊക്കെ പുറമേക്ക് എന്നല്ലാതെ സുഖിപ്പിക്കില്ല. ശാന്തി ഉള്ളിലല്ലേ വേണ്ടത്, പുറമേക്ക് സുഖമൊന്നുമില്ല.
ഇതൊക്കെ ഉണ്ടാവും. അത്ഭുതമായിട്ടുള്ള നഗരങ്ങളും അതും ഇതും സുഖവസ്തുക്കളും ഒക്കെ കൊണ്ട് നിറച്ചിട്ട് എന്ത് സുഖം, എന്ത് ശാന്തി, എവിടെ സുഖം? അപ്പോ പരീക്ഷുന്തന് ഇന്ദ്രാദഹരതദിവം എല്ലാ സുഖസൗകര്യങ്ങളും നേടിത്തന്നിരിക്കുന്നു. വേറെ ഒരു വശത്ത് മരണം വരാതിരിക്കാൻ വേണ്ടി ഉള്ള ഏർപ്പാടുകളൊക്കെ ആസ്പത്രികളും അവിടെ പലവിധ കാര്യങ്ങളും അല്ലേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മരണം വരാതിരിക്കോ? എവിടെയാണെങ്കിലും എങ്ങനത്തെ ആസ്പത്രിയാണെങ്കിൽ തൽക്കാലത്തിൽ ആസ്പത്രിക്ക് എന്ത് ചെയ്യാം? നമുക്ക് തൽക്കാലം വ്യാധി വരുമ്പോ കുറച്ചൊക്കെ ഒന്ന് ആശ്വസിപ്പിക്കാം, അത്രയേ പറ്റുള്ളൂ. അല്ലാതെ മരണത്തിന് ജയിക്കാൻ പറ്റുമോ? 90 വയസ്സായ ശേഷം മരണത്തിന്റെ കിടക്കയിലെത്തിയിരിക്കുമ്പോ അവിടെ കൊണ്ടുപോയിട്ട് ഇനിയും മരിക്കാതെ വല്ല വഴിയുണ്ടോ നോക്കിയാൽ നടക്കുമോ? ഒന്നും നടക്കില്ല. പോണ്ട സമയമായാൽ ഏത് വയസ്സ് ആയാലും ശരി, ഏത് വയസ്സിലാണെങ്കിലും യമം ഒന്ന് വിളിക്കുന്ന സമയത്ത് വൈദ്യം വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ ചിന്മയാനന്ദ സ്വാമിയുടെ ഗുരു സ്വാമി തപോവനം, അദ്ദേഹത്തിന് അവസാന കാലത്ത് ശരീരത്തിന് കുറച്ച് വയ്യാതായപ്പോ ഹിമാലയത്തിൽ ഉത്തരകാശിയിൽ സുഖമായി ജീവിച്ചതാണ്, ശാന്തമായിട്ട്. അപ്പൊ ചിന്മയാനന്ദ സ്വാമിയും മറ്റു പല ശിഷ്യന്മാരും ഒക്കെ ആയിട്ട് ജീപ്പും അതുമൊക്കെ ആയി കൊണ്ടുപോയിട്ട് സ്വാമികളോട് പറഞ്ഞു, ഞങ്ങള് ഇംഗ്ലണ്ടില് ചികിത്സയ്ക്ക് വേണ്ട ഏർപ്പാടൊക്കെ ചെയ്തിട്ടുണ്ട്, സ്വാമി വരണം. സ്വാമി ചിരിച്ചുകൊണ്ട് ചോദിച്ചു അത്ര, ഇംഗ്ലണ്ടിൽ ഇതുവരെ ആരും മരിച്ചിട്ടില്ലേ? അവിടെ ഇതുവരെ ആരും മരിച്ചിട്ടേ ഇല്ലേ? അവിടെ പോയി കഴിഞ്ഞാൽ എന്താ മരിക്കില്ലേ? ഇതേപോലെ തന്നെ സകലയിടത്തും എല്ലായിടത്തും ഒരു വിശേഷമില്ല. പക്ഷേ ഇതൊരു ഭ്രമം. ഹിരണ്യകശിപു മരണത്തിനെ ജയിക്കാനുള്ള വരമൊക്കെ വാങ്ങിച്ചു വെച്ചു. അദ്ദേഹത്തിന് അറിഞ്ഞില്ല ഈ വരങ്ങളൊക്കെ വാങ്ങിച്ചാലും മരണം വരും. എന്ത് വരം വാങ്ങിച്ചാലും മരണം വരും. ഇന്ദ്രനിൽ നിന്ന് സ്വർഗവും പിടിച്ചെടുത്തു. അതായത് സുഖിക്കാനുള്ള സാമഗ്രികളൊക്കെ ഉണ്ടാക്കി വെച്ചു എന്നർത്ഥം. ഇത് രണ്ടും ഉണ്ടെങ്കിലും മനുഷ്യന് സമാധാനം എങ്ങനെ ഉണ്ടാവും? ഇത് രണ്ടും ഇല്ലാത്ത ആള് സുഖമായിട്ടിരിക്കും. ഇത് രണ്ടുമില്ലെങ്കിലും സന്തോഷമായിട്ടിരിക്കാം. ഇതൊക്കെ ഉണ്ടെങ്കിലും സുഖത്തിന്റെ ഉറവിടം അറിയാതെയാണ് പുറത്ത് പഞ്ചഭൂതങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി സുഖിപ്പിക്കാൻ ശ്രമിക്കണത്. ഈയിടെ ആരോ പറഞ്ഞു, ദുബായിൽ എവിടെയോ സമുദ്രത്തിന്റെ ഉള്ളിൽ ഹോട്ടലുണ്ടത്രേ. അതിന്റെ ഉള്ളിൽ പോയിട്ട് 1 മാസത്തെ ശമ്പളം കൊടുത്തിട്ട് ദോശ തിന്നിട്ട് വന്നു എന്നാണ്. എന്ത് വിഡ്ഢിത്തമാ നോക്കൂ, എന്തൊരു വിഡ്ഢിത്തം. 1 മാസത്തെ ശമ്പളം കൊടുത്തിട്ടേ, എന്നിട്ട് ആ ദോശയ്ക്ക് പ്രത്യേക സ്വാദ് വ്യത്യാസമുണ്ടോ? ഒന്നുമില്ല. ഇനിയിപ്പോ സ്വാദ് ഉണ്ടെങ്കിലും രക്ഷയില്ല. ഇനി ഒരു പ്ലേറ്റ് കഴിക്കണമെങ്കിൽ അടുത്ത മാസത്തെ ശമ്പളം. അതാണ് കഷ്ടം. അപ്പം എന്ത് വിഭ്രാന്തിയാണത്. ഒന്നുമില്ല. വീട്ടിലിരുന്ന് കഴിച്ചാൽ അവിടെ ഇരുന്ന് കഴിച്ചാലും ഒരുപോലെ തന്നെയല്ലേ. സമുദ്രത്തിന്റെ ഉള്ളിൽ ഹോട്ടലുണ്ടാക്കിയ വല്ലതും മാറുമോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ആധുനിക ലോകത്തില് വിഡ്ഢിവേഷം കെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഇന്ദ്രനിൽ നിന്നും സ്വർഗാദികൾ പിടിച്ചെടുത്തു. ഈ ലോകത്തിനെ മുഴുവൻ തന്റേതാണെന്ന് കരുതി ഇനി വിഷ്ണുവിനെ ജയിക്കണം. അതാണ് അടുത്ത പടി. നിഹന്തും ത്വാം ഭൂയാം തവ പദമവാപ്തസ്യ ചരിപോഃ ബഹിർദൃഷ്ടേ അന്തർധതിത ഹൃദയേ സൂക്ഷ്മവപുഷാ നദൻ ഉച്ചൈഃ തത്രാപി അഖില ഭുവനാന്തേ ച മൃഗയൻ ഭിയായാതം മത്വാ സഖലു ജിതകാശീ നിവവൃതേ നിഹന്തും ത്വാം ഭൂയഃ തവ പദമവപ്തസ്യ ചരിപോഃ. ഭഗവാൻ എവിടെയാ ഇല്ലാത്തത്? തവപദം എന്ന് വെച്ചാൽ വൈകുണ്ഠത്ത് പോണമെന്നൊന്നുമില്ല. സർവത്ര വിഷ്ണു എന്ന് വെച്ചാൽ വ്യാപിച്ചു നിൽക്കണ വസ്തു സർവത്ര ഉണ്ട്. ഇവൻ സർവത്ര വിഷ്ണുവിനെ തെരഞ്ഞു അത്രേ, ഒരിടത്തും കാണാനില്ല എന്നാണ്. അതാണ് എന്റെ സ്വഭാവം എന്നാണ് ഭഗവാൻ പറയണത്. ഞാൻ ആരാണെന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ, എന്റെ സ്ഥാനം അറിഞ്ഞിട്ടില്ലെങ്കിൽ എവിടെ നോക്കിയാലും കാണില്ല. ഞാൻ ആരാണെന്ന് അറിഞ്ഞ് എന്റെ സ്വരൂപം അറിഞ്ഞാൽ എവിടെ നോക്കിയാലും എന്നെ അല്ലാതെ ഒന്നിനെയും കാണില്ല. ഇവൻ സർവത്ര നോക്കി. നിഹന്തും ത്വാം ഭൂയഃ തവപദമവാപ്തസ്യ ച രിപോഃ. വൈകുണ്ഠത്തിൽ പോയി നോക്കി, എവിടെ വിഷ്ണു? പാതാളത്തിൽ പോയി നോക്കി, എവിടെ വിഷ്ണു? കാണാനില്ല എന്നാണ്. എന്താന്ന് വെച്ചാൽ ബഹിർദൃഷ്ടേ, ഇവന് ദൃഷ്ടി ഇങ്ങനെയാണ്, ഇങ്ങനെ പോവില്ല, ഉള്ളിലേക്ക് പോവില്ല, അന്തർമുഖമാവില്ല. ബഹിർമുഖ സുദുർലഭായൈ നമഃ.
അന്തർമുഖ സമാരാധ്യായേ നമഃ. അന്തർമുഖമായിട്ടുള്ളവർക്ക് പ്രകാശിക്കുന്നതും ബഹിർമുഖമായിട്ടുള്ളവർക്ക് ഒരു കാലത്തും കിട്ടാത്തതുമാണ് ബ്രഹ്മം. ഇവൻ പുറമേക്കേ നോക്കിക്കൊണ്ടിരിക്കണം, അല്ലെ? കിട്ടിയില്ല എന്നാണ്, കാണാനില്ല. വിഷ്ണു എന്നെ കണ്ടു ഓടിപ്പോയി, വിഷ്ണു ഇല്ല. ഈശ്വരനെ അന്വേഷിച്ച് അന്വേഷിച്ച് കാണാനില്ല. പ്രപഞ്ചത്തിന്റെ പരമകാരണത്തിനെ അന്വേഷിച്ച് അന്വേഷിച്ച് വസ്തുവിനെ വിശകലനം ചെയ്ത് മോളിക്യൂളാക്കി, മോളിക്യൂളിന്റെ ഉള്ളിൽ ആറ്റമാക്കി, ആറ്റത്തിന്റെ ഉള്ളിൽ ഇലക്ട്രോണ്, ന്യൂട്രോൺ, ഉള്ളിലുള്ളിൽ പോയി. എവിടെ? പരമകാരണം കാണാനില്ല. സൂക്ഷ്മത്തിന്ന് സൂക്ഷ്മം, അണോഹോ അണീയാൻ പോയി നോക്കി, പരമകാരണത്തിനെ കാണാനില്ല. വിശ്വത്തിൽ മുഴുവൻ വ്യാപിച്ച് പരത്തി നോക്കി, എന്തൊക്കെയോ കണ്ടുപിടിച്ചു, ഗാലാക്സീസ് ഒക്കെ തെരഞ്ഞു. ഇതാ പുതിയൊരു ഗ്രഹം കണ്ടുപിടിച്ചു എന്നാണ് ഈയിടെ പത്രത്തിലുണ്ടായത്. എത്രയോ കോടി പ്രകാശവർഷം ദൂരത്തില് എന്നോ പൊലിഞ്ഞുപോയ നക്ഷത്രത്തിന് ചുറ്റും ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രഹം കണ്ടുപിടിച്ചു. എന്തു വിശേഷം? അല്ല, കണ്ടുപിടിച്ചതിന് കുറ്റം പറയല്ല. എന്തു വിശേഷം? കണ്ടുപിടിച്ചത് കൊണ്ട് സമാധാനം ഉണ്ടായോ, ശാന്തി ഉണ്ടായോ? നാളെ മുതൽ ലോകത്തിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നു? ഇല്ലേ, കണ്ടുപിടിച്ചവന് തന്നെ ജീവിതത്തിലുള്ള പ്രശ്നം അവസാനിച്ചോ? ഒന്നുമില്ല. അപ്പോ ഇങ്ങനെ പരന്നുപോയി, അവിടെ എവിടെയും കാണാനില്ല വസ്തുവിനെ. അപ്പൊ പരന്ന് അന്വേഷിച്ചിട്ടും കിട്ടിയില്ല, ചൂഴ്ന്ന് അന്വേഷിച്ചിട്ടും കിട്ടിയില്ല. എന്താന്ന് വെച്ചാൽ അന്വേഷിക്കണവനെ വിട്ടുകളഞ്ഞു. തന്നെ ഒഴിച്ച് ബാക്കിയുള്ളതിലൊക്കെ അന്വേഷിച്ചു. തന്നിൽ ഒഴിച്ച് ബാക്കിയുള്ളതിലൊക്കെ തന്നെ ഒഴിച്ച് ഈ അന്വേഷിക്കണ താൻ ആരെന്ന് ചോദിച്ചില്ല. എല്ലായിടത്തും അന്വേഷിച്ച് നടക്കണു, പുതിയതായിട്ട് കണ്ടുപിടിക്കണു. പക്ഷെ കണ്ടുപിടിക്കണവൻ ആരാണ്? എല്ലാ കണ്ടുപിടുത്തങ്ങളും നടത്തുന്ന കണ്ടുപിടിക്കുന്ന ആളാരാണ്? കണ്ടുപിടിക്കണ തന്നെ വിട്ടിട്ടാണ് ബാക്കിയുള്ളതിനെയൊക്കെ തെരയണത്. അവനെയും ഇവനെയും അതിനെയും ഇതിനെയും അന്വേഷിച്ചുകൊണ്ടിരിക്കണു. എല്ലാറ്റിനും പുറകിലുള്ള ഈ ഞാൻ ആരാണ്, ഞാൻ എന്താണ്, എന്റെ സ്വരൂപം എന്താണ് എന്ന് അന്വേഷിക്കാൻ വയ്യ. അന്വേഷിച്ച ശാന്തി, പരമശാന്തി. പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു. ഇവിടെ ഒന്നും വലിയ കണ്ടുപിടുത്തങ്ങളൊന്നും നടത്താനുമില്ല, ഒന്നും നേടിയെടുക്കാനുമില്ല, നഷ്ടപ്പെടാനുമില്ല. നിർവൃത്തി. പക്ഷെ ആ നിർവൃത്തി എന്തുകൊണ്ടോ ഉണ്ടാവണില്ല എന്ന് വെച്ചാൽ ഒരിക്കലും ശ്രദ്ധ തന്നിൽ തിരിയണില്ല. എല്ലാത്തിനെയും ശ്രദ്ധിക്കണ താൻ ആരാണ്, എല്ലാത്തിനെയും പുറകിലുള്ള ഈ ഞാൻ എന്നുള്ളത് എന്താണ്, എന്റെ സ്വരൂപം എന്താണെന്ന് മാത്രം അന്വേഷിക്കാതെ പോയി ജീവിതം അങ്ങനെ അവസാനിച്ചു പോകും. അത് അന്വേഷിച്ച് കണ്ടെത്തിയിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ ആകാശത്തിനെ ചുരുട്ടി പാക്കറ്റിലിട്ടാലും സമാധാനം കിട്ടില്ല എന്നാണ്. ഇതാ ചർമ്മവത് ആകാശം വേഷ്ടയിഷ്യന്തി മാനവ. അങ്ങനെയാണെങ്കിൽ പോലും ആത്മാവിനെ കണ്ടെത്തിയില്ലെങ്കിൽ, തന്നെ കണ്ടെത്തിയില്ലെങ്കിൽ, തന്റെ സ്വരൂപം എന്തെന്ന് അറിഞ്ഞില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. അപ്പൊ ആ സമാധാനം ഹിരണ്യകശിപുവിന് എവിടുന്ന് കിട്ടും? ഹിരണ്യകശിപു സകലിടത്തും അന്വേഷിച്ചു. നദന്നുച്ഛൈഹി, ഗർജിച്ചു, ഞങ്ങൾ അത് കണ്ടെത്തി, ഇതെന്ത് കണ്ടെത്തി. കണ്ടെത്തുന്തോറും അപകടമേറിയേറിക്കൊണ്ടിരിക്കണം. നമ്മളൊക്കെ ഇന്നിപ്പോ അപകടത്തിന്റെ മേലെ ഇരിക്കുകയാണ്. കണ്ടുപിടിച്ച് മഹാ അപകടം. എല്ലാത്തിനും കുഴപ്പങ്ങളുണ്ടെന്നാണ് ഇപ്പോ. സകലതും കുഴപ്പം. എല്ലാം മോഡേണൈസ് ചെയ്ത് നേരെ ചൊവ്വേ പാല് കിട്ടണില്ല. പാല് പോയിട്ട് പശു പോലും നേരെ ചൊവ്വേ കിട്ടണില്ല. അത്രയായിരിക്കണം. പശു പോലും പ്രസവിക്കുന്നത് ശരിയായ രീതിയിലല്ല. ഇതാണ് നമ്മളുടെ വളർച്ച. എല്ലാത്തിനെയും അശുദ്ധപ്പെടുത്തി കഴിഞ്ഞു. അപ്പോ ഇങ്ങനെ ഹിരണ്യകശിപുവും പലതും കണ്ടെത്തി. ബഹിർദൃഷ്ടിയാണ്, എല്ലാം പുറമേക്കേ ദൃഷ്ടി. അപ്പൊ എന്താ ബഹിർദൃഷ്ടി ആവുമ്പോ സ്വാർത്ഥത പെരുത്തു വരും. അന്തർദൃഷ്ടി ആവുമ്പോഴാണ് മനുഷ്യന് കാരുണ്യം, ദയ, സർവഭൂത സുഹൃദ്ഭാവം, ശാന്തി, സമാധാനം ഇതിന്റെയൊക്കെ ആവശ്യം വരിക. ബഹിർദൃഷ്ടിക്ക് അഹങ്കാരത്തിന്റെ ആണ് ആവശ്യം വരിക. അപ്പോഴാണ് പേരും പെരുമയും സ്ഥാനമാനങ്ങളും അതിന്റെയൊക്കെ ഫലമായിട്ട് അസൂയയും ദ്വേഷവും ദംഭവും ഒക്കെ പെരുത്തു വരും. ആസുരീ സമ്പത്ത്, ദൈവീ സമ്പത്ത്. ഭഗവാൻ ഗീതയിൽ അങ്ങനെയാണ് പിരിച്ചത്. ആസുരീ സമ്പത്തും ദൈവീ സമ്പത്തും. അപ്പൊ ആസുരീ സമ്പത്ത് പെരുത്ത ആളാണ് ഹിരണ്യകശിപു. അങ്ങനെ ഹിരണ്യകശിപുവും വിഷ്ണുവില്ല എന്ന് പറഞ്ഞു വന്നു. അങ്ങനെയുള്ളപ്പോ തതോസ്യ പ്രഹ്ലാദ സമജനി. അതെങ്ങനെയാ? അതാ മനസ്സിലാവാത്ത. ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്ക് പ്രഹ്ലാദൻ ജനിച്ചു. പ്രഹ്ലാദം, പ്രഹർഷേണമുള്ള ആനന്ദം ഉണ്ടായിരുന്നു. ഭഗവാൻ അങ്ങനെയൊക്കെ പരിഹസിക്കും നമ്മളെ. ഇയാള് ഒരു
രാജ്യപരിപാലനം നടത്തണു, നാട്ടിലെവിടെയും നാമം ചൊല്ലരുത്, ജപിക്കരുത്, ഈശ്വരനെ കുറിച്ച് പറയരുത്, അതൊഴിച്ച് ബാക്കിയൊക്കെ ഞങ്ങൾ പഠിപ്പിക്കാം. കുട്ടികൾക്കൊക്കെ പണം സമ്പാദിക്കാനുള്ള വഴിയും ആറ്റം ബോംബ് ഉണ്ടാക്കാനുള്ള വഴിയും വീട്ടിലിരുന്നിട്ട് എങ്ങനെ ബോംബ് ഉണ്ടാക്കാമെന്ന് പഠിപ്പിക്കാം. അതുവരെ എത്തിയിട്ടുണ്ട്. ഇപ്പോ കയ്യിൽ തോക്കും കൊണ്ട് സ്കൂളിലേക്ക് പോണ സംസ്കാരം തൽക്കാലം കേരളം വരെ എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. ബാക്കി ഒരുപാട് സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു. തോക്കും കൊണ്ട് സ്കൂളിലേക്ക് പോവുക അതുവരെ എത്തിയിട്ടുണ്ട്. അതൊക്കെ പഠിപ്പിക്കാം. പക്ഷെ ഈശ്വരനെ കുറിച്ചോ അയ്യോ അതൊക്കെ സെക്യുലറിസത്തിന് വിരോധം, അതൊന്നും നമുക്ക് പറ്റിയതല്ല. നോക്കണം, നമ്മളൊന്നും ഇനി ഗവൺമെന്റിനെ ആശ്രയിച്ചിരുന്നാൽ കുട്ടികൾ നശിച്ചു പോകും, സമൂഹത്തിനെ ആശ്രയിച്ചാൽ കുട്ടികൾ നശിച്ചു പോകും. അമ്മയും അച്ഛനും വലിയ ചുമതലയുണ്ട്. കുട്ടികളെ വിദ്യാഭ്യാസത്തിനെ മാറ്റി നിർത്തിയിട്ട് ഈശ്വരവിദ്യയെ പഠിപ്പിക്കണം. അല്പം കുട്ടികൾ തോറ്റ് പിൻവാങ്ങിയാലും കുഴപ്പമില്ല, നമ്മളുടെ ചുമതലയാണ്. അത്രയും തന്നെ പറയാം, വെള്ളം ചേർക്കാതെ പറയാം. ഈ വിദ്യാഭ്യാസം നമ്മളെ നശിപ്പിക്കും, നമ്മളുടെ സംസ്കാരം നശിപ്പിക്കും, ഇനി വരാൻ പോണ തലമുറകൾ മുഴുവൻ നശിക്കും. അതുകൊണ്ട് വളരെ ജാഗ്രതയായിട്ട് കുട്ടികളെ കുറച്ചൊക്കെ ഇതൊക്കെ പഠിപ്പിക്കണം. നമുക്ക് ഗവൺമെന്റ് പഠിപ്പിക്കുമെന്നോ സ്കൂളുകൾ പഠിപ്പിക്കുമെന്നോ കാത്തിരിക്കാൻ പറ്റില്ല. റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തുന്ന സ്കൂളുകൾ അടക്കം ഒഴുകുന്ന ഒഴുക്കിൽ ഒഴുകുകയാണെന്നല്ലാതെ ഒന്നും ചെയ്യണില്ല. അപ്പൊ അച്ഛനും അമ്മയും പഠിപ്പിക്കണം, വീട്ടിലുള്ളവര് പഠിപ്പിക്കണം. നാട്ടിലുള്ളവരെ ആശ്രയിച്ചിട്ട് കാര്യമില്ല, വീട്ടിലുള്ളവര് പഠിപ്പിക്കണം. ഈ വിദ്യ മാത്രം കൊടുക്കണം, ബാക്കിയൊക്കെ അവൻ സമ്പാദിച്ചോളും. എത്ര കണ്ട് പ്രാരബ്ധത്തിന് വേണോ അത്ര കണ്ട് ബാക്കിയുള്ള വിദ്യകളൊക്കെ അവരവര് സമ്പാദിച്ചിട്ടും. ഈ വിദ്യ വീട്ടിലിരുന്ന് കൊടുക്കണം, ബാക്കിയൊക്കെ ഒഴുക്കിനനുസരിച്ച് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇങ്ങനെ ഉള്ള ഹിരണ്യകശിപുവിന് തതോസ്യ പ്രഹ്ലാദ സമജനിസുതോം ഗർഭവസതോ മുനേഃ വീണാപാണേഃ അധിഗതഭവത് ഭക്തിമഹിമാ സ വൈ ജാത്യാദൈത്യഃ ശിശുരപി സമേത്യ ത്വയിരതിം ഗതസ്ത്വദ്ഭക്താനാം വരദ പരമോദാഹരണതാം. തതോസ്യ പ്രഹ്ലാദ സമജനി. അങ്ങനെയുള്ള ഹിരണ്യകശിപുവിന് പ്രഹ്ലാദൻ എന്നൊരു പുത്രനുണ്ടായി. എങ്ങനെയുള്ള പുത്രൻ എന്ന് വെച്ചാൽ പ്രഹ്ലാദോ ഭൂന്മഹാൻ തേഷാം ഗുണൈഃ മഹദുപാസകഃ ബ്രഹ്മണ്യശീലസമ്പന്നഃ സത്യവാക്യോ ദൃഢവ്രതഃ. പ്രഹ്ലാദോ അഭൂന്മഹാൻ തേഷാം. പ്രഹ്ലാദൻ മഹാനായിരുന്നു എന്നാണ്. മഹാൻ മഹാത്മാ ജന്മനൈവ സ്യാത് കർമ്മണാനൈവ ഗർഹ്യചിത് എന്നൊരു ചൊല്ലുണ്ട്. ചിലരൊക്കെ ജനിക്കുമ്പോ അങ്ങനെ ജനിക്കണം. അങ്ങനെയുള്ള പ്രഹ്ലാദൻ കൊച്ചുകുട്ടിയായിരിക്കുമ്പോ തന്നെ ഭക്തി വളർന്നു. അതെങ്ങനെയാ എന്നുള്ളത് ഇവിടെ പറയാം. പ്രഹ്ലാദൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോ തന്നെ ഭക്തി വളർന്നു. നാരദ മഹർഷിയുടെ അനുഗ്രഹം, ആ കഥ ഇവിടെ തന്നെ ഭട്ടതിരി പറഞ്ഞു. മുനേ വീണാപാണേ അധികത ഭവത് ഭക്തി വഹിമ. വീണാപാണി സാമാന്യപ്പെട്ട ആളല്ല, വീണാപാണി മഹാകുറുമ്പൻ. നാരദ മഹർഷിയുണ്ടല്ലോ, അദ്ദേഹം ഒരു ദിവസം തീരുമാനിച്ചു ഈ ഹിരണ്യകശിപുവിന് ഒരു കുട്ടി ജനിക്കണം. കുട്ടി ഭക്തിയോടെ ജനിക്കണം. അതിനെന്താ വഴി? അച്ഛനും നാരായണ നാമം ചൊല്ലണം, അമ്മയും നാരായണ നാമം ചൊല്ലണം, അല്ലെങ്കിൽ കേൾക്കുകയെങ്കിലും വേണം, ചൊല്ലിയിട്ടില്ലെങ്കിൽ. അമ്മയ്ക്കും ആത്മതത്വം ഉപദേശിക്കണം, അച്ഛനും ഭക്തി ഉപദേശിക്കണം. അച്ഛൻ കേൾക്കില്ലല്ലോ, നാട്ടിൽ മുഴുവൻ ഒരിടത്ത് പോലും നാരായണായ നമഃ എന്ന് പറയാൻ പാടില്ല എന്ന് റൂൾ കൊണ്ടുവന്നിരിക്കുകയാണ്. എല്ലാരും ഹിരണ്യായ നമഃ. ഹിരണ്യം എന്ന് വെച്ചാൽ അത് വിത്തമുണ്ടാക്കാനുള്ള വഴി, അത് മാത്രമേ പാടുള്ളൂ എന്നാണ്. അങ്ങനെയുള്ളപ്പോ നാരദ മഹർഷി വന്നു. അതിനാണത്ര കയ്യിൽ വീണ വെച്ചോണ്ടിരിക്കുന്നത്. എന്താന്ന് വെച്ചാൽ ചിലര് പാടിയാ കേൾക്കില്ല, വായിച്ചാ കേൾക്കും, അങ്ങനെയുണ്ട്. അപ്പൊ നാരദ മഹർഷി വന്നു, ഹിരണ്യകശിപുവിന്റെ സദസ്സിൽ വന്നു. എനിക്ക് അങ്ങയുടെ സദസ്സിൽ ഞാൻ പുതിയതായിട്ട് കീർത്തനങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൽ വാക്കുകളില്ല, ട്യൂൺ മാത്രമേ ഉള്ളൂ. അപ്പൊ പാടിയാ വേണ്ടില്ല എന്നുണ്ടെന്ന് തോന്നുന്നു. ഹിരണ്യകശിപു ശരി, 6 to 6:30 കച്ചേരി, 6:35 ആവാറില്ല. ശരി, നാരദ മഹർഷി സദസ്സിൽ വന്ന് വീണയെടുത്ത് വെച്ചു. നാരായണ നാരായണ നാരായണ. ഹിരണ്യകശിപു നാരായണ നാരായണ
6:30 മണി ഒരേ കീർത്തനം. ഇത് കഴിഞ്ഞപ്പോ ഹിരണ്യകശിപു പറഞ്ഞു, ഡെയിലി 6 to 6:30 ഇവിടെ കച്ചേരി, വേറെ ഒരിടത്തും ഏൽക്കരുത്, ഇതേ പാട്ട്. അങ്ങനെ ഒരു മാസം നാരായണ നാമം കച്ചേരി, നാരദ മഹർഷിയുടെ വക വീണയില്. അങ്ങനെ കഴിഞ്ഞപ്പോ ഹിരണ്യകശിപു പറഞ്ഞു അത്രേ. അപ്പൊ നാരദ മഹർഷിക്ക് സംശയം, പാട്ടൊന്ന് മാറ്റി വായിച്ചാലോ? ഒരു ദിവസം ഒന്ന് മാറ്റി വായിച്ചു നോക്കിയപ്പോ ഹിരണ്യകശിപു നിർത്ത, ഇന്നലെ വായിച്ച പാട്ട് അതേ പാട്ട് വായിക്കണം. ഇതെന്താണ് വെറുതെ പാട്ട് മാറ്റണത്? ഇതൊക്കെ ഭക്തന്മാർ കൽപ്പനകളാണ്, ഭാവനകൾ. നാരദ മഹർഷിയുടെ ഒരു ജോലി വേണമല്ലോ, അതാണ് വീണയും വെച്ചോണ്ട് നടക്കുന്നത്. ആ വീണാപാണി ഒരിക്കൽ ഹിരണ്യകശിപു തപസ് മന്ഥരാചലത്തിൽ പോയപ്പോ ഇന്ദ്രൻ അസുരന്മാരെ ആക്രമിച്ചു, സൈന്യം. അപ്പോ ഹിരണ്യകശിപുവിന്റെ ഭാര്യ കയാതു ഗർഭിണിയാണ്, പ്രഹ്ലാദൻ ഗർഭത്തിലുണ്ട്. ഇവൾ പ്രസവിച്ച നാളെ ഇനിയൊരു ഹിരണ്യകശിപു വന്നാൽ സഹിക്കാൻ വയ്യ. ഇവളെ അപഹരിച്ചു കൊണ്ടുപോയി ആ തീയെ ഗർഭത്തിൽ നിന്ന് തന്നെ ഹനിച്ചിട്ട് ഇവളെ വിട്ടുകളയാം എന്ന് പറഞ്ഞ് ഇന്ദ്രൻ കൊണ്ടുപോവാണ്. പോകുന്ന വഴിയിൽ നാരദ മഹർഷി പിടിച്ചു. നാരദ മഹർഷി പറഞ്ഞു, ഇവളുടെ ഗർഭത്തില് അസുരനല്ല, പരമഭാഗവതനായ പ്രഹ്ലാദനാണ്, ഇവളെ എനിക്ക് വിട്ടുതരൂ. ഈ വാർത്ത അറിഞ്ഞ ഇന്ദ്രൻ, കാര്യമറിഞ്ഞ ഇന്ദ്രൻ കയാതുവിനെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ചിട്ട് പോയി. അങ്ങനെ നാരദ മഹർഷി ഒരു ആശ്രമത്തിലേക്ക് കൊണ്ടുവന്നു കയാതുവിനെ. നാരദ മഹർഷി ഒരു സയന്റിസ്റ്റ്, അദ്ദേഹവും കുറെ കാലമായിട്ട് ആരെയെങ്കിലും പൂർണ്ണമായിട്ട് ഈ ബ്രഹ്മം ബോധിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. അതിങ്ങനെ എക്സ്പെരിമെന്റ് നടത്തുകയാണ്. പലരെയും വിളിച്ചു നോക്കി. ആദ്യം അദ്ദേഹം വിചാരിച്ചു എല്ലാം ജോലിയൊക്കെ കഴിഞ്ഞിട്ട് റിട്ടയർ ആയ ശേഷം ഉള്ളവർക്ക് ഈ ഭഗവത് തത്വം പറഞ്ഞു കൊടുത്താൽ അവർക്ക് വേറെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഗ്രഹിക്കുമെന്നുണ്ട്. അങ്ങനെയുള്ളവരെയൊക്കെ ചിരുത്തി ഉപദേശിച്ചു. അപ്പൊ അവരൊക്കെ തലയാട്ടിക്കൊണ്ടേ ഉറങ്ങും. ഉറങ്ങിക്കഴിഞ്ഞിട്ട് നാരദ പ്രഭാഷണം കഴിഞ്ഞാൽ അവർ പറയും, ആഹാ നിങ്ങൾ എന്ത് ഗംഭീരം, പോലെ ഒന്ന് കേട്ടിട്ടേ ഇല്ല എന്ന് വരെ പറയും. എന്നിട്ടൊരു പോകും. അത്ര തന്നെ. അപ്പൊ നാരദൻ ഇവർക്ക് ചെയ്യാം, ചെറുപ്പക്കാരെ പിടിക്കണം. ചെറുപ്പക്കാരെ പിടിച്ചാൽ അവർക്ക് ഉപദേശിച്ചാൽ ഫലിക്കും. അപ്പൊ യങ്സ്റ്റേഴ്സ് വേണം എന്ന് പറഞ്ഞ് ഒരു യൂത്ത് ഫോം ഉണ്ടാക്കി അവർക്ക് ഉപദേശിച്ചു. ആണ് ശബളാശ്വന്മാരും മറ്റേ ഇവരുമൊക്കെ ആയിട്ട് ദക്ഷന്റെ മക്കളെ ഒക്കെ വിളിച്ചു. ആ 10,000 പേർ വെച്ചിട്ട് അവരൊക്കെ കേട്ടു, എന്തൊക്കെയോ ബുദ്ധിപൂർവ്വം മനസ്സിലാക്കി. അനേക സഹസ്ര വർഷം തപസ് അവരൊന്നും എളുപ്പത്തിൽ പിടിച്ചെടുക്കണില്ല. അപ്പൊ പൊറപ്പകാലം ആകുമ്പോഴേക്കും ഓരോ വിഷയവാസനകളും വിചാരങ്ങളും ഒക്കെ വന്നു ശരിയാവില്ല. അല്ലെങ്കിലേ സൃഷ്ടി എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടത് ഉദ്ദേശമേ ശുദ്ധമല്ല. ആലോചിച്ചു, ചെറിയ കുട്ടികളെ പിടിക്കും. ചെറിയ കുട്ടികളെ പിടിച്ചാൽ വസ്തു അറിഞ്ഞ ആൾക്ക് ആർക്ക് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം. അപ്പൊ കുട്ടികളെ പറഞ്ഞു കൊടുക്കാം. അങ്ങനെയാണ് ധ്രുവനെ പിടിച്ചത്. ധ്രുവനെ പിടിച്ചപ്പോഴുണ്ട് നാരദന് ആശ്ചര്യപ്പെട്ടുപോയി. എന്താണെന്ന് വെച്ചാൽ ഭൂസ്പർശമേറ്റാൽ അജ്ഞാനം ബാധിക്കണം. അതാണ് പ്രസവ ഗളിത ബോധ പീഡയോല്ലംഘ്യ ബാല്യം കപില മഹർഷി പറഞ്ഞില്ലേ. അതുപോലെ ധ്രുവനും ഇതാ പറയണു, അപമാനിച്ചു എന്നെ, ചിറ്റമ്മ അപമാനിച്ചു, എനിക്കും സ്ഥാനത്തിലിരിക്കണം. അയ്യോ, ആദേശിച്ചു നോക്കി, കുഞ്ഞെ വേണ്ട. ഈ നാഥുല അപമാനം വാ സമ്മാനം വാപി പുത്രകാ ലക്ഷാമ കുമാരസ്യ സക്തസ്യ ക്രീഡനാദിഷു. ഈ വയസ്സിൽ എന്ത് അപമാനം സമ്മാനം? സർവഭൂതങ്ങളിലും ആത്മാവല്ലേ ഉള്ളത്. വാശി. ശരി, വഴി പറഞ്ഞു കൊടുത്തു. അതാണ് ധ്രുവൻ കരഞ്ഞത് പിന്നാലെ. അപ്പൊ ആലോചിച്ചു നാരദൻ, ശരിയാവില്ല, വയറ്റ് പുറത്തിറങ്ങാൻ അനുവദിക്കരുത്, അതിനു മുമ്പ് പിടിക്കണം. ശരിയാവുമോ നോക്കാം. അങ്ങനെയാണ് ഇപ്പൊ പ്രഹ്ലാദനെ കയാധുവിനെ ഗർഭിണിയായി കൂട്ടിക്കൊണ്ടുപോയി ആശ്രമത്തിൽ കൊണ്ടിരുത്തി. കയാധുവിനോട് പറഞ്ഞു, അമ്മേ ഞാൻ ബ്രഹ്മതത്വം ഉപദേശിച്ചു തരാം. കയാധു വളരെ ഭക്തിയോടെ നമസ്കരിച്ചിരുന്നു. പക്ഷെ പാവം അനേക വിധത്തില് ഉള്ള കുടുംബ അനുഭവങ്ങളും ഒക്കെ കഴിയുമ്പോഴേക്കും ബുദ്ധിക്ക് ബലം കുറയും. ബുദ്ധിക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഉറക്കം. കയാധു ഇങ്ങനെ കേട്ട് ഉറങ്ങിയെന്നാണ്. ഞാൻ പറഞ്ഞു കൊടുത്തു, ശരീരം വേറെ ആത്മാ വേറെ. ശരീരത്തിന് ജനിക്കുക വളരുക മുതലായിട്ടുള്ള സ്വഭാവമൊക്കെ ഉണ്ട്, ആത്മാവിന് ഇതില്ല. ജാതേ അസ്ഥി വർദ്ധതേ വിപരിണമതേ അപക്ഷീയതിഷ്യതി എന്ന 6 ഭാവങ്ങള് ശരീരത്തിൽ.
പക്ഷെ ആത്മാവിനെ ഇത് ബാധിക്കണില്ല. 12 ലക്ഷണങ്ങൾ ആത്മാവിന് പറഞ്ഞു കൊടുത്തു. നിത്യമായിട്ടുള്ളത്, ശരീരമോ ആയിട്ടുള്ളത്, ആത്മാ അവ്യയമായിട്ടുള്ളത്, പോവാത്തത്, ശരീരമോ വ്യയമാവുന്നത്, അശുദ്ധമായത്, ശരീരമോ അശുദ്ധമായത്, ആത്മാക്കം, ശരീരം അനേകം, ആത്മാ ക്ഷേത്രജ്ഞൻ, ശരീരം ക്ഷേത്രം, ആത്മാ ആശ്രിതമായിട്ടുള്ള വസ്തു, ശരീരം ആശ്രിതമായ വസ്തു, ആത്മാ വികാരമില്ലാത്തത്, ശരീരം വികാരമുള്ളത്, ആത്മാ ദൃക്ക്, ശരീരം ദൃശ്യം, ആത്മാ ഹേതു, ശരീരം കാര്യം, ആത്മാ സർവ്യാപി, ശരീരം പരിച്ഛിന്നമായിട്ടുള്ളത്, അസംഖി, ശരീരം സംഘമുള്ളത്, ആത്മാവൃതൻ, ശരീരം ആവൃതമായിട്ടുള്ളത്. ഇങ്ങനെ 2 ലക്ഷണങ്ങൾ പറഞ്ഞുകൊടുത്തു. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി. ഇതൊക്കെ 3 സ്വപ്നങ്ങൾ പോലെ ഈ ജീവന്റെ മുമ്പിൽ വന്നു. ഇതിനൊക്കെ സാക്ഷിയായിട്ടുള്ളവനാണ് പുരുഷൻ. ആ പുരുഷനെ കണ്ടെത്തണം. ഉള്ളിലുള്ള ബോധവസ്തുവിനെ കണ്ടെത്തണം. കണ്ടെത്തിയിട്ട് സർവവസ്തുക്കളിലും ഹരിക്കണു എന്നറിയണം. തന്നിൽ ആത്മാവായും ചരാചരങ്ങളിലും ഭൂതാത്മാവായും വസിക്കണു എന്ന് കണ്ട സർവഭൂതങ്ങളിലും സർവഭൂതേഷു ഭഗവാൻ ആസ്ത ഈശ്വര, എല്ലാ ഭൂതം ഭഗവാൻ ഇരിക്കണു എന്ന് കണ്ടെത്തി സദാ ആത്മാരാമനായിരിക്കണം എന്ന് പറഞ്ഞ് സ്പർശനും ചക്ഷുർദീക്ഷയും യോഗദീക്ഷയും ഒക്കെ ഗർഭത്തിലിരിക്കുന്ന ശിശുവിന് കൊടുത്തു. അങ്ങനെ ഗർഭത്തിലിരിക്കുമ്പോ തന്നെ ആ കുഞ്ഞ് ബ്രഹ്മവിദ്യയെ സ്വീകരിച്ചു. അങ്ങനെയാണ് ജനിക്കുമ്പോഴേ പ്രഹ്ലാദ, കുട്ടി ജനിക്കുമ്പോഴേ ചിരിച്ചു ജനിച്ചു, അത്ര ആനന്ദമായിട്ട് ജനിച്ചു. അപ്പൊ പാദ പ്രകർഷേണ ആനന്ദം. സാധന ചെയ്തു വന്നതല്ല. സാധന ബ്രഹ്മവിദ്യ വരില്ല. സാധനയൊക്കെ തന്നെ ചിത്തശുദ്ധി. സാധനയൊന്നും ജ്ഞാനത്തിന് സാധ്യമല്ല. കേവലം ഗുരുപദേശം കൊണ്ട് മാത്രം ഉപദേശത്തിനെ ഗ്രഹിച്ചാൽ ആ ക്ഷണത്തിൽ ബ്രഹ്മവിദ്യ സർവചരാചരങ്ങളും ബ്രഹ്മമയമായി പ്രകാശിക്കും. സാധനയൊക്കെ തന്നെ കർമ്മമാണ്. കർമ്മം കൊണ്ടൊരിക്കലും പൂർണ്ണമായ വസ്തുവിനെ പിടിച്ചെടുക്കാൻ കഴിയില്ല. നാരദ മഹർഷി ഉപദേശിച്ചു. ധ്രുവനെ മാതിരി 5 വയസ്സുള്ള ധ്രുവൻ കഠിന തപസ് ചെയ്ത പോലെയൊന്നും പ്രഹ്ലാദില്ല. ഗർഭത്തിലിരിക്കുമ്പോഴേ ഗ്രഹിച്ചു. വരുമ്പോ ജഗത്ത് മുഴുവൻ ബ്രഹ്മമയം. കുട്ടിക്ക് കാക്ക പരമാത്മസ്വരൂപം. ആ കുട്ടി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ യസ്തക്രീഡന ഗോപാലോ മനസ്തയാ കൃഷ്ണഗൃഹീതാത്മാനവേദ ജഗദീദ് ആസീനഃ പര്യടന്നശയാന പ്രബിബൻ ബ്രുവൻ നസന്തത്തയേതാനി ഗോവിന്ദരിരംഭിതഃ ക്വചിരുദതി വൈകുണ്ഠചിന്താ ശബളചേതം ക്വചിത് ഹസതി തച്ചിന്താഹ്ലാദായതി ക്വചിത് നദതി ക്വചിതുണ്ടോ വിലജ്ജോ നൃത്യതി ക്വചിത് ക്വദ്ഭാവനായുക്തഃ തന്മയോ അനുചകാരഃ. കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ഹിരണ്യകശിപു. ചെറിയ വാള്, ചെറിയ കത്തി, അതൊക്കെയാണല്ലോ അസുരമുള്ള കളിപ്പാട്ടങ്ങൾ. കുട്ടിക്ക് ചെറുപ്പത്തിലെ ഹിംസാബുദ്ധി വളരെ അല്ലേ, നമ്മളും വാങ്ങിച്ചു കൊടുക്കും, ഒക്കെ വാങ്ങിച്ചു കൊടുക്കും കുട്ടികൾക്ക്. കുട്ടിയും ഒക്കെ എടുത്തോണ്ട് പോയി അച്ഛന്റെ നേരെ തന്നെ ചൂണ്ടും. അപ്പൊ ദോഷം നന്നായി, കുട്ടി നല്ലവണ്ണം വളരണം. പോലെ ഹിരണ്യകശിപുവും കുറെ കളിപ്പാട്ടങ്ങളൊക്കെ കൊടുത്തു. കുട്ടി അതൊക്കെ ന്യസ്ത ക്രീഡനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞു, അതൊക്കെ വെച്ചു. ചിലപ്പോ ജഡം പോലെ ഇരിക്കും. ജഡവത് മനസ്തയാം ആത്മസമാധി. കൃഷ്ണഗ്രഹ ഗൃഹീതാത്മാ. കൃഷ്ണൻ ഇങ്ങോട്ട് വന്നൊരു ഗ്രഹം പോലെ പിടിച്ചു. കൃഷ്ണൻ ഇങ്ങോട്ട്, ഗ്രഹബാധ എന്ന് പറയില്ലേ, ഇവിടെ കൃഷ്ണൻ വന്ന് പിടിച്ചു. ഭഗവാൻ രമണ മഹർഷി തന്റെ അനുഭവത്തിനെ പറയുമ്പോ പെയ്വിട വിടാപ്പേയാ പിടിത്തനെ പേയനാകൻ അരുണാചല. ഭഗവാൻ പിടിക്കുക. അതാണ് മിസ്റ്റിക്സ്. യോഗികളുടെയും ജീവൻ മുക്തരുടെയും ജ്ഞാനികളുടെയും ഭക്തന്മാരുടെയും ഒക്കെ അനുഭവം അതാണ്. ഭഗവാൻ ഇങ്ങ് പിടിക്കണമെന്നാണ്. നമ്മൾ അങ്ങോട്ട് പിടിക്കുന്നമായി പോയിക്കൊണ്ടേയിരിക്കും. ഭഗവാൻ ഇങ്ങോട്ട് പിടിക്കുമ്പോൾ ഒരു സാധനയും വേണ്ട, പിന്നാലെ പെയ്ത്തനം. ലോകത്തിലുള്ള പെയ്ത്തനം എന്ന് വെച്ചാൽ ഒരു പേയ് പോലെ പ്രേതം പോലെ നടക്കണു മനുഷ്യൻ അജ്ഞാനിയായി. അത് പോയിട്ട് ഭഗവാൻ ഇങ്ങോട്ട് ഒരു പ്രേതം പിടിച്ച പോലെ പിടിച്ചു. അത്രയും വിടാപ്പേയായി പിടിത്തനെ. ഒരിക്കലും വിടാപ്പേയ് ഒരു ഭൂതം പോലെ ഭഗവാൻ ഇങ്ങോട്ട് കയറി പിടിച്ചു. എന്നിട്ടോ സ്വയമേവ ഞാനേ ഭൂതം പോലെ ആയിത്തീർന്നു. അങ്ങനെ ഭഗവാൻ വന്ന് ഇങ്ങോട്ട് കയറി പിടിക്കുക. വിടാപ്പേ പിടിത്തനൈ പേയനാക്കിനൈ എന്ന് അരുണാചലം. അപ്പൊ ഇവിടെ കൃഷ്ണഗ്രഹ ഗൃഹീതാത്മാ. പ്രഹ്ലാദന്റെ കൃഷ്ണൻ കയറി പിടിച്ചു. പരമാത്മാ കയറി. ഗുരുവായൂരപ്പൻ അങ്ങോട്ട് കയറി പിടിച്ചു. മറക്കാൻ വൈ. രാവും പകലും ചിലപ്പോ ചിരിക്കും, കറിയും, ചിലപ്പോ അങ്ങനെ സമാധിയിലിരിക്കും, ചിലപ്പോ നർത്തനം ചെയ്യും,
ചിലപ്പോ നിശ്ചിന്തനായിരുന്ന് ആനന്ദം പൊഴിച്ചുകൊണ്ട് കണ്ണീര് വിട്ടുകൊണ്ടിരിക്കും. ആനന്ദം കൊണ്ട് കണ്ണീര് വിട്ടുകൊണ്ടിരിക്കും. പുളകം ഉണ്ടാവും, രോമാഞ്ചം ഉണ്ടാവും. അനേക ഭാവസമാധികൾ പ്രഹ്ലാദനിൽ വന്നും കൊണ്ടിരിക്കുന്നു. സർവചരാചരത്തിനെയും ബ്രഹ്മസ്വരൂപമായി കണ്ടുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള പ്രഹ്ലാദനെ സവൈ ജാത്യാദൈത്യ ശിശുരപിത സമേത്യത്വൈരതിം ഗതസ്ത്വദ്ഭക്താനാം വര പരമോദാഹരണതാം. ഭക്തകാരുദാഹരണം പ്രഹ്ലാദൻ. പ്രഹ്ലാദന് ശേഷമേ ഉള്ളൂ ബാക്കിയുള്ളവർക്കൊക്കെ സ്ഥാനം. അങ്ങനെയുള്ള പ്രഹ്ലാദൻ പരമഭക്തനായിട്ടിരുന്നു. എല്ലാ ഭാവങ്ങളും കണ്ടു. അങ്ങനെയുള്ള കുട്ടിയെ സ്കൂളിൽ കൊണ്ടുചെന്നാക്കി, പാഠശാലയിൽ കൊണ്ടുചെന്നാക്കി. പാഠശാല പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞ് കുറച്ചു ദിവസം കഴിഞ്ഞ് ഹിരണ്യകശിപു വിളിച്ചു മടിയിലിരുത്തി എന്തൊക്കെ പഠിച്ചു പറയൂ നോക്കട്ടെ. കത്യതാം വത്സ സാധുയത് ഭവാൻ. അവരുടെ വിദ്യാഭ്യാസ സമ്പ്രദായമുണ്ട്. അവരുടെ വിദ്യാലയത്തില് മുഖ്യമായി പ്രിൻസിപ്പൽ ശുക്രാചാര്യ. അദ്ദേഹം ഉണ്ടല്ലോ, പ്രഹ്ലാദൻ ജനിച്ചതേ ഒരു തീർത്ഥയാത്ര പുറപ്പെട്ടു. അദ്ദേഹത്തിന് അറിയാം ഈ കുട്ടിയെ എവിടെ കൊണ്ടാക്കും, നമ്മളെ കൊണ്ട് വേണ്ടാത്തിക്കുന്നറിയാം. അദ്ദേഹം പറഞ്ഞു ഞാനൊരു തീർത്ഥയാത്ര പോയിട്ട് വരാമെന്ന്. അദ്ദേഹം വിചാരിച്ചിട്ട് നന്നാക്കാൻ പറ്റാത്ത 2 മക്കൾ അദ്ദേഹത്തിനുണ്ട്, ശക്കന്മാർ. അവരെ അവിടെ ആദ്യാന്മാരായിട്ട് ഇരുത്തി. എന്നിട്ട് അദ്ദേഹം ശുക്രാചാര്യർ ഒരേ തീർത്ഥയാത്രയ്ക്ക്. അപ്പോഴാണ് ഇതാ പ്രഹ്ലാദനെ അവിടെ കൊണ്ടുചെന്നത്. ഹിരണ്യാക്ഷന്റെ പേരിലാണ് സ്കൂൾ നടത്തുന്നത്, ഹിരണ്യാക്ഷാമിയൽ കോൺവെന്റ്, നാട്ടു മുഴുവൻ. അവിടെ കൊണ്ടുചെന്ന് ആക്കി പ്രഹ്ലാദനെ. അവിടെ പഠിപ്പിച്ചു. എന്താ ലോക വിഷയങ്ങളൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് ഹിരണ്യകശിപു എടുത്ത് മടിയിൽ വെച്ച് ചോദിച്ചു, എന്താ പഠിച്ചിരിക്കണത്? കഥ്യതാം വത്സ് മന്യത്തെ സാധുയത് ഭവാൻ. എന്താ പഠിച്ചിരിക്കണം പറയൂ നോക്ക് എന്ന് പറഞ്ഞു ചോദിച്ചതും തത്സാധുമന്യ അസുരവര്യദേഹിനാം സദാ സമുദ്വിഗ്നധിയാമഗ്രഹാത് ഹിത്വാ ആത്മപാതം ഗൃഹം അന്ധകൂപം വനം ഗതോ യത് ഹരിമയേത. ഹേ അസുരവര്യന്മാരിൽ ശ്രേഷ്ഠനായിട്ടുള്ള അച്ഛ, നമുക്ക് ഏറ്റവും നല്ലതായിട്ടുള്ള എപ്പോഴും നമ്മളുടെ ബുദ്ധി ചലിച്ചുകൊണ്ടേയിരിക്കും, മനസ്സ് ചപൽ. അതുകൊണ്ട് ഈ വീട് എന്ന് പറയട്ട കിണറിനെ വിട്ടിട്ട്, ഈ വീടൊരു പൊട്ടക്കിണർ, ഇരുളടഞ്ഞ പാഴടഞ്ഞ കിണർ, അവിടെ കിടന്നാൽ ജീവിതം ദുരിതപൂർണമായിട്ട് പോകും. അവിടാത്തരം നമ്മളുടെ മനസ്സിൽ തോന്നിക്കൊണ്ടേയിരിക്കും. സത്യമല്ലാത്തതൊക്കെ സത്യമാണെന്ന് തോന്നും. അതുകൊണ്ട് എവിടെയെങ്കിലും കാട്ടിൽ പോയി ഒരു മരത്തടിയിൽ ചുവട്ടിൽ ഇരുന്നിട്ട് ഹരിമാശ്രയേട്ട, ഭഗവാനെ ഭജിക്കണം. ദുഃഖിക്കാനാണോ നമ്മളിവിടെ വന്നിരിക്കുന്നത്? എപ്പോഴും കരഞ്ഞിടമിച്ചിട്ടും മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്തിട്ടും ദ്വേഷിച്ചിട്ടും ടെൻഷിച്ചിട്ടും എന്ത് വേണം? ചത്തുപോവില്ലേ? എന്ന് പോകുന്നറിയില്ല, എത്ര ദിവസം ഇരിക്കും അറിയില്ല. ഇവിടെ കരഞ്ഞിട്ട് എന്ത് വേണം, മറ്റെന്ത് വേണം? ഇവിടെ നമുക്ക് നിശ്ചിന്തമായി ഇരുചനം ചെയ്യണം. കാര്യങ്ങളൊക്കെ എങ്ങനെയോ നടക്കട്ടെ, ആരോ കുറയോ കേടുവന്നിട്ടോ എങ്ങനെയോ പോവട്ടെ, എക്കേട് കെട്ടു പോവട്ടെ. സുഖമായിട്ട് ഏകാന്തത്തിൽ ഇരുന്ന് ഹരിഭജനം ചെയ്യണമേ നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഹിത്വാ ആത്മപംഗൃഹബന്ധകോപം. എന്തു ബുദ്ധി ആ കുട്ടിക്ക്! ആ കുട്ടിയുടെ നമുക്ക് വരണില്ലല്ലോ. ആ കുട്ടി പറയണു ഹാതാതം എന്നാണ്. നമ്മളെ ആത്മാവിനെ പതിപ്പിക്കണത്, ആവിനെ കേടുവരുത്തണത്. എന്താന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊരു വയസ്സമേ പിന്നെയും വേണ്ടാതെ അവരെയും ഇവരെയും കുറിച്ച് ആലോചിച്ച് വിചാരപ്പെട്ടുകൊണ്ടിരിക്കും. പേരക്കുട്ടിക്ക് കല്യാണമായില്ല, അവർക്ക് ജനിച്ചില്ല, ഇവർക്ക് ജോലിയായില്ല, നമ്മളിവിടെ ശാശ്വതമാണോ? വിചാരിച്ച് 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 പോയ മുത്തശ്ശനോ മുത്തശ്ശിയോ അവിടെ പേരക്കുട്ടിയുടെ കുട്ടിയായിട്ട് വന്ന് ജനിച്ചു വരും. പോയ പോക്ക് അശാശ്വതമായിട്ടുള്ള ഇവിടെ സമാധാനിക്കണ്ടേ, സന്തോഷമായിട്ട് ഭഗവത് ഭജനം ചെയ്ത് ആനന്ദം ഇരിക്കേണ്ട ഈ മനുഷ്യ ശരീരം ഇങ്ങനെ കളയാൻ പാടുവോന്നുണ്ട്. വനം ഗതോയത് ഹരിമാശ്രയ ഭജനം ചെയ്യണം. ഇത് കേട്ടത് ഹിരണ്യകശിപു വന്നു, പക്ഷേ ചിരിച്ചു. കുട്ടിയെ ആരോ എന്തോ വേണ്ട പഠിപ്പിച്ചിരിക്കും. ഞാൻ നിശ്ചയിച്ചിട്ടുള്ള ചിലൊക്കെ ഇന്റർപൊളേഷൻ നടക്കുകയാണ്, ഇവിടെ എന്തൊക്കെയോ കയറ്റിയിരിക്കുന്നു. അപ്പോ ഈ കുട്ടിക്ക് ഇപ്പോ ശരിക്കാഭ്യാസം കൊടുക്കണം. ചണ്ടാമർക്കന്മാരെ വിളിച്ചു ശരിക്കു കുട്ടിയെ ആരോ വിഷ്ണുപക്ഷന്മാരായിട്ടുള്ള ആരോ വന്നിട്ട് എന്തൊക്കെയോ അതുകൊണ്ട് ശരിക്ക് പഠിപ്പിക്കാം. അവര് ഇത് പ്രഹ്ലാദം പറഞ്ഞപ്പോഴാണ് അവർ ആദ്യമായിട്ട് കേൾക്കണത്. ഇങ്ങനെയൊക്കെ പറയണോ കുട്ടിയും. പതുക്കെ കൂട്ടിപ്പോയി. സുരാരീം ഹാസ്യം തവ ചരണജാ നിജസുതേ. ലോകത്തില് മുഴുവൻ ഹരിഭജനം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഹിരണ്യകശിപുള്ള ആള് ഹരിഭജനം ചെയ്താൽ എങ്ങനെയുണ്ടാവും? സുരാരീണാം ഹാസ്യം തവ ചരണദാം നിജസുതേ
സദൃഷ്ട്വാ ദുഷ്ടാത്മാ ഗുരുഭിഃ അശിശിക്ഷരം. ആ ദുഷ്ടാത്മാവ് വീണ്ടും ഗുരുകുലത്തിലേക്ക് അയച്ച് പഠിപ്പിച്ചു. പഠിപ്പിക്കുന്നത് അത്ര വലിയ തെറ്റാണോ ാണത്ര. ഈശ്വരനെ അല്ലാതെ പ്രാമുഖ്യം പഠിപ്പിച്ചാലൊരു തെറ്റെന്ന് രാമകൃഷ്ണ പരമഹംസരെ മൈ മാസ്റ്റർ എന്ന് പറഞ്ഞൊരു പ്രസംഗം വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു, ഹി വാസ് എ വെരി പ്യുവർ മാൻ ബിക്കോസ് ഹി നെവർ ടച്ച്ഡ് ദ ഗേറ്റ്സ് ഓഫ് ആൻ യൂണിവേഴ്സിറ്റി. വളരെ ശുദ്ധൻ, യാതൊരു വിധത്തിലും കളങ്കം ബാധിക്ക ചിത്തം. അപ്പോ ഗുരുഭിരശിശിക്ഷരമവും ചെന്ന് പഠിപ്പിക്കാൻ ഇവര് പതുക്കെ വിളിച്ചോണ്ട് പോയി. പ്രഹ്ലാദ് ചോദിച്ചു, പ്രഹ്ലാദ വത്സഭദ്രം തേ, കുഞ്ഞേതാ നീ നന്നായിരിക്കണം, ഞങ്ങളും നന്നായിരിക്കണം, ളുടെ വയറ്റപ്പഴപ്പ് ഇല്ലാതാക്കരുത്. എന്തൊക്കെയോ പറഞ്ഞുവല്ലോ. ഇപ്പൊ അച്ഛൻ ചോദിച്ചപ്പോ ഇതൊക്കെ ആരും ഇത് സ്വയം പഠിച്ചതാണോ അല്ല ആരെങ്കിലും ചൊല്ലി തന്നതാണോ? ഭക്തി വരുമ്പോ ഇങ്ങനെ ചോദിക്കാവോ? പ്രഹ്ലാദൻ പറഞ്ഞു, ഏതൊരു ഭഗവാന്റെ മഹാമായാവം കൊണ്ട് ഞാൻ വേറെ മറ്റുള്ളവൻ വേറെ, മറ്റുള്ളവൻ സ്വയം പഠിച്ചത് എന്നൊക്കെ തോന്നുന്നുവോ? സ്വപരശ്ചേതി അരാഹ പുംസാമ്യൻ മായയാ കൃത മോഹിതധിയാം ദുഷ്ട തസ്മൈ ഭഗവതേനം. ആ ഭഗവാന് നമസ്കാരം. കാന്തത്തിനോട് എന്തിന് ഇരുമ്പിനെ ആകർഷിക്കണമെന്ന് ചോദിച്ചാൽ അറിയില്ല. ഇരുമ്പിനോട് എന്തിന് കാന്തത്തിന്റെ അടുത്ത് പോകണമെന്ന് ചോദിച്ചാൽ ഇരുമ്പിനും അറിയില്ല. ഇത് സ്വഭാവം. അതുപോലെ ചക്രപാണി ഭഗവാൻ എന്റെ ഹൃദയത്തിനെ ആകർഷിക്കണം. കോപം വന്നു, ചൂരൽ കൊണ്ടുവരൂ പറഞ്ഞു. അരേ ആനീയതാം വേത്രം. അസുരന്മാരാവുന്ന ചക്കാട്ടിൽ ഇതാ ഒരു മുൾച്ചെടി. ചന്ദനക്കാട്ടിലെ മുൾച്ചെടി. കണ്ടകദ്രുമ. പ്രഹ്ലാദൻ യും ഈ അസുരന്മാര് ചന്ദനക്കാടും. അങ്ങനെയാണ് അവരുടെ ഭാവം. അവരവരുടെ നാറ്റം അവരവർക്ക് മണം. ബാക്കിയുള്ളവരുടെ സുഗന്ധം പോലും നമുക്ക് അങ്ങനെയാണ്. രാമകൃഷ്ണ പരമഹംസർ പറയണ ഒരു കഥ. മീൻ വിൽക്കാൻ പോണ കുറെ പേര് ഇങ്ങനെ മീൻ വിറ്റ് പോണ വഴിയില് ഒരു പൂക്കച്ചവടക്കാരന്റെ വീട് എത്തി. സന്ധിയിരിക്കണു. അപ്പൊ അവിടെ ചെന്ന് കിടക്കാനൊരു സ്ഥലം ചോദിച്ചു. കിടന്നോളാം, ആ പൂ വെച്ചിട്ടുള്ള മുറിയിൽ കിടന്നോളാം. അവിടെ പോയി കിടന്നപ്പോ പുഷ്പത്തിന്റെ സുഗന്ധം ഉറങ്ങാൻ പറ്റും. ആ സുഗന്ധത്തിൽ ഉറങ്ങാൻ പറ്റില്ല. ജ്ഞാനം മതിയായി, ഉറക്കം വരാതായി. ആ മീൻ പാത്രം അടുത്ത് വെച്ചിത്തിരി വെള്ളം തെളിച്ചപ്പോ ആ നാട്ടിയാലേ ഉറക്കം പറ്റുള്ളൂ എന്നാണ്. അപ്പൊ സുരാരീണാം ഹാസ്യം ചരണദാസ്യം. പ്രഹ്ലാദനെ കുറെ പഠിപ്പിച്ചു, അർത്ഥകാമങ്ങളൊക്കെ. പ്രഹ്ലാദനെ ഒന്നും ഉൾക്കൊണ്ടില്ല. ഗുരുപുരോക്തം ചാസൗ ഇതമിതം അഭദ്രായ ദൃഢം അപാകുർവൻ സർവം ചരണഭക്തിയൈവ വവൃധേ. ഗുരു പഠിപ്പിച്ചതൊക്കെ ഭദ്രം കർണേഭിശൃണുയാമദേവാ. രാവിലെ എഴുന്നേറ്റാ പറയാ, ചെവി കൊണ്ട് ഭദ്രമായിട്ടുള്ളത് കേൾക്കണം. ഭദ്രം കർണേഭിശൃണുയാമദേവാ ഭദ്രം പശ്യേമ അക്ര്യജത്രാ സ്ഥിരൈരംഗൈഃ തുഷ്ടുവാംസസ്തനൂഭിഃ വ്യശേമ ദേവഹിതം യദായുഃ. നല്ല സ്ഥിരമായ ശരീരത്തോടുകൂടെ ദേവൻ നമുക്ക് തന്നിട്ടുള്ള ആയുസ് ഭഗവാൻ അർപ്പണമായിട്ട് തന്നെ ഉപയോഗിക്കണം. അങ്ങനെയുള്ള ഭദ്രം ഇതൊക്കെ പഠിപ്പിക്കുന്നതൊക്കെ എന്ന് പ്രഹ്ലാദൻ വിവേചനം ചെയ്തു. ഇതമിതം അഭദ്രായി ദൃഢമിത്യപാകുർവൻ സർവം തവ ചരണഭക്തിയൈവ വവൃധേ. ഭഗവത് ചരണത്തിലുള്ള ഭക്തിയെ അഭിവൃദ്ധിപ്പെടുത്തി. അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ വീണ്ടും കൂട്ടിക്കൊണ്ടുവന്നു. ഹിരണ്യകശിപു എടുത്ത് മടിയിൽ വെച്ചു. കുഞ്ഞിനോട് ചോദിച്ചു, കുഞ്ഞെ പഠിച്ചത് എന്താ? കുഞ്ഞെ പഠിച്ചത് എന്തൊക്കെ അറിഞ്ഞു എന്ന് ചോദിച്ചു. അധീതേഷു ശ്രേഷ്ഠം കിമിതി പരിത്തേഥതനയേ ഭവദ്ഭക്തിം വർയാം അഭിഗതതി പര്യാകുലധൃതി ഗുരുഭ്യോ രോഷിത്വാ സഹജമതിരസ്യേതിദൻ വധോപായാനസ്യതനുത ഭവത്പാദശരണേ. കുട്ടിയെ അടുത്ത് വിളിച്ചിരുത്തി മടിയിലെടുത്ത് വെച്ചു. പ്രഹ്ലാദ അനുതം താത് അധീതം കിഞ്ചിതുത്തമം. കുഞ്ഞെ എന്താ പഠിച്ചത് എന്ന് പറയൂ. എത്ര കാലം എന്ത് പഠിച്ചു? ആയുണ്ണ് എന്ന് വിളിച്ചു. നല്ല ആയുസ്, നിനക്ക് ദീർഘായുസ്. ഞാൻ കൊല്ലണമെന്ന് വിചാരിച്ചാൽ നീ മരിക്കില്ല. അച്ഛന്റെ വക ആശീർവാദം. എന്നിട്ടാണ് ചോദിക്കണം, പറയൂ കുട്ടി എന്താ പഠിച്ചത്?
കിഞ്ചിതുത്തമം. അപ്പനേ പ്രഹ്ലാദ പറയൂ, താത. നമ്മളിപ്പത്തിലൊന്നും ആ പ്രയോഗമില്ല. പഴയ മലയാളത്തിൽ ചിലപ്പോൾ താത, കുഞ്ഞെ പ്രഹ്ലാദ പറയൂ. എന്താ പഠിച്ചത്? പ്രഹ്ലാദനെ അച്ഛൻ ചോദിച്ചോടനെ സന്തോഷായിട്ട് പറഞ്ഞു, ശ്രവൺ കീർത്തനം വിഷ്ണോ. ശ്രവണം കീർത്തനം. സന്തോഷപ്പെട്ടു ഹിരണ്യകശിപു. കീർത്തനം എന്ന് പറഞ്ഞപ്പോ എന്നെ കുറിച്ച് കേൾക്കണം, എന്നെ അപ്പോഴാണ് വിഷ്ണോ പറഞ്ഞത്. ശ്രവണം കീർത്തനം വിഷ്ണോ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മനിവേദനം ഇതി പുംസാ പിതാ വിഷ്ണു ഭക്തിശ്ചേത് ലക്ഷണ ക്രിയത്തെ ഭഗവതി അദ്ദാം തന്മന്യേ അധീതം ഉദം. കോപം കൊണ്ട് ജ്വലിച്ചു ഹിരണ്യകശിപു. ഗീതാഭക്തിയെ പറഞ്ഞതോടുകൂടെ മകനെ മടിയിൽ നിന്ന് എഴിച്ചു വലിച്ചെറിഞ്ഞു. ബ്രഹ്മബന്ധോ എന്ന് വിളിച്ചു ചണ്ടാമർക്കന്മാരെ. അവര് കിടുകിടാ പറച്ച് മുമ്പിൽ വന്നു നിന്നു. എന്താ ഈ പഠിപ്പിച്ചിരി കുട്ടിയെ? വേണ്ടാത്തരം. അസാരം ഗ്രാഹിതോ ബാല. എന്തൊക്കെ വേണ്ടാത്തരം ആ കുട്ടിയെ പഠിപ്പിച്ചിരിക്കണത്. പറഞ്ഞു, അങ്ങ് കോപിച്ചിട്ട് കാര്യമില്ല, ഇത് ഞങ്ങൾ പഠിപ്പിച്ചതല്ല. ഇവൻ കുറച്ചു ദിവസമായി ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയിട്ട് ഇങ്ങനെയൊക്കെ പറയണമെന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് വന്ന് റിപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ എഴുതിയെടുത്തിട്ട് 15 ദിവസമായി ബൈഹാർട്ട് ചെയ്തുകൊണ്ടിരിക്കണു. ഇനി പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഞങ്ങളിതൊക്കെ ഇത് ഞങ്ങൾ പഠിപ്പിച്ചതല്ല. നമത്പ്രണീതം രപ്രണീതം സുതോ വദതേഷ തവേന്ദ്രശത്രോ നൈസ്കീയം അതിരസ്യ രാജൻ നിയച്ഛമന്യും കദദാസാന. ഞങ്ങളോട് കോപിച്ചിട്ട് കാര്യമില്ല. നൈസർഗീയം മതി. ഇവൻ ജനിക്കുമ്പോഴേ നിസർഗമായി കൊരിക്കും. ോടുകൂടെ അങ്ങോട്ട് നോക്കി, ആരാടാ തന്നെ പഠിപ്പിച്ചത്? എവിടുന്ന് വന്നു കൃഷ്ണഭക്തി? പ്രഹ്ലാദ പരമവിനയമായി ശീതളമായി. ഹിരണ്യകശിപുവിന് എത്ര BP കൂടുന്നു അത്ര കണ്ട് പ്രഹ്ലാദൻ തണുത്തു തണുത്തു വരുന്നു. ഹിരണ്യകശിപുവിന് ഒരു BP കൂടുന്നു, പ്രഹ്ലാദ BP. പ്രഹ്ലാദന് ഭഗവാൻസ് പ്രൊട്ടക്ഷൻ. ഹിരണ്യകശിപുവിന് BP ഇങ്ങനെ കൂടുന്നു. കോപം കൂടി കൂടി. ഹിരണ്യകശിപു ചോദിച്ചു, എവിടുന്ന് കൃഷ്ണഭക്തി? കൃഷ്ണ എങ്ങനെ വന്നു? ഓ, നല്ല ചോദ്യം അച്ഛ. പ്രഹ്ലാദൻ വിചാരിച്ചത് പാവം അച്ഛനും തോന്നി നല്ല ബുദ്ധിഭക്തി വരണം, ഭഗവത് ഭക്തി. ഹിരണ്യകശിപുവിനും ഒരാശ വരില്ലേ എന്ന് പ്രഹ്ലാദനും ആശ. ഈശ്വരേ തദധീനേഷു ബാലിഷേ വിഷത്സു ച പ്രേമ മൈത്രി കൃപോപേക്ഷ കരോതി സമധ്യമ. ഭക്തന്റെ ഒരു ലക്ഷണം പറയുന്നത് അവനോട് ഭക്തി, ഭഗവത് ഭക്തന്മാരോട് മൈത്രീഭാവം. ഭഗവാനെ ഞാൻ ആരെങ്കിലും കിട്ടണം. പ്രഹ്ലാദനോ അച്ഛനായ ശിശുവിനോട് നല്ല സ്നേഹം, അച്ഛനും മകനോട് നല്ല സ്നേഹം. പ്രഹ്ലാദൻ വിചാരിച്ചു അച്ഛൻ നമ്മളുടെ അടുത്ത് വന്ന് കുറച്ച് ഭാഗവതം പറയാൻ പറയണം. അപ്പോ ഇത്ര കാലമായിട്ട് അതിന് വിപരീതം കണ്ടിട്ട് ഇപ്പൊ ചോദിക്കണു അച്ഛൻ എവിടുന്ന് കൃഷ്ണഭക്തി ചോദിച്ചു. ആഹാ, അച്ഛനും തോന്നിയല്ലോ. ആ ഒരു ചോദ്യം അച്ഛനെന്ന് കിട്ടിയപ്പോ പ്രഹ്ലാദന് നല്ലതേ തോന്നുള്ളൂ. പ്രഹ്ലാദൻ വിചാരിച്ചു, അച്ഛാ ഭക്തിയുടെ മാർക്ക് ഞാൻ പറഞ്ഞു തരാം. ഭക്തി സമേവയും വരില്ല, ആരെങ്കിലും പറഞ്ഞു തന്നാലും വരില്ല. തിന്ന കൃഷ്ണേ പരതസ്വതോ വാ മിഥോ വിപദ്യേത ഗൃഹവ്രതാന അദന്ത ഗോപിർവിശതാം തമിം പുനഃ പുനഃ ചർവിതവണാനം. ഈ ഗൃഹസ്ഥാശ്രമം വേണ ജയിലിന്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് നമ്മളെ ചവച്ചതേ ചവച്ച് ചവച്ചതേ ചവച്ച് ചവച്ചതേ കൊണ്ടിരിക്കുന്നവർക്ക് കൃഷ്ണഭക്തി എവിടുന്ന് വരും? സ്വയമേവ വരില്ല, മറ്റുള്ളവർ പറഞ്ഞും വരില്ല. പിന്നെ വരും മഹീയസാം പാദരജോകം നിഷ്കിഞ്ചനാനാം നവൃണീതവത്. പരമഭക്തന്മാരായി നാരദനെ പോലെയുള്ള രംഗം കിട്ടി ആ പാദരജസ് കൊണ്ട് അഭിഷേകം ചെയ്യണം. യേശുവിനോടുതാ പറയണത്. കോപം കൊണ്ട് കോപപ്പെട്ടു, കൊല്ലണം എന്ന് തീരുമാനിച്ചു. എല്ലാ ഏർപ്പാടും അധോപായാൻ അസ്മിന് വ്യതനുത ഭവത് പാരണേ. ഭട്ടതിരി പറഞ്ഞു, ഭഗവാന്റെ പാദമേ ഗതിയായുള്ള പ്രഹ്ലാദന് വധോപായം, അവനെ വധിക്കണം എന്ന് തീരുമാനിച്ചു. ഇവനോ വധം വരാതിരിക്കാൻ എല്ലാ വഴികളും നോക്കിയിട്ട് അവൻ മരിക്കാൻ പോണു. ഇവിടെ മരണത്തിനെ കുറിച്ചേ ചിന്തിക്കാൻ ഭഗവാന് ശരണാഗതി ചെയ്ത, അതാണ് ഭവത് പാദശരണി. പ്രഹ്ലാദനെ വധിക്കാനുള്ള ഏർപ്പാടൊക്കെ ചെയ്തു. സശൂലൈഹി ആവിദ്ദഃ സുബഹുമഥിതോ ദിഗ്ഗജഗണൈ മഹാസർപ്പൈഃ ദഷ്ടഃ അനശന ഗരാഹാരഃ ഗിരീന്ദ്രാക്ഷിപ്തോപി അഹഃ പരമാത്മൻ അയി വിഭോ ത്വയി ന്യസ്താത്മത്വാത് കിമപി ന നിപീഠാം അഭജ. എന്തൊക്കെ ചെയ്തു?
ആനയെ കൊണ്ട് കുത്തുക, ശൂലം കൊണ്ട് കുത്തുക. ശൂലം കാണായി അസുരന്മാര് കൊണ്ടുപോയി. എത്ര കുത്തിയാലും പ്രഹ്ലാദന്റെ മിക്കണില്ല. ഹിരണ്യകശിപു ശൂലം കൊണ്ട് കുത്തിയോ? പ്രഹ്ലാദൻ വിചാരിച്ചിരിക്കുന്നത് എന്നോട് എത്ര സ്നേഹം, ഓരോന്ന് കഴിയുമ്പോഴും അച്ഛനോട് സ്നേഹേറി വരണം. കുട്ടികൾക്ക് ഓരോ സംഭവമുണ്ട്. ജനിച്ചു കഴിഞ്ഞാൽ ജാതകർമ്മം, നാമകരണം, കർണവേദം, ശൗളം, അതുപോലെ ഓരോ സമരമാണ് ഈ ശൂലം കൊണ്ട് കുത്തണതും ആനയെ കൊണ്ട് ചവിട്ടണതും മേലെ ഉരുട്ടുന്നതും വിഷം കൊടുക്കുന്നതും എന്നൊക്കെ അത്ര പ്രഹ്ലാദിച്ചിരിക്കുന്നത്. ഓരോന്ന് കഴിയുമ്പോഴും ശൂലം കൊണ്ട് കുത്തി കഴിച്ചാൽ പ്രഹ്ലാദം വന്ന് അച്ഛാ ശൂലം കൊണ്ട് കുത്തി കഴിഞ്ഞു, നമസ്കാരം. വിഷം കൊടുത്തു, അച്ഛാ വിഷം കുടിച്ചിട്ടാ. ആനയെ കൊണ്ട് ചവിട്ടിയോ, ആന കൊണ്ട് അച്ഛൻ എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യണു. ഇങ്ങനെ അസുര സമ്പ്രദായത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമായിരിക്കും. മലയുടെ മേൽ ഉരുട്ടിയോ, ഉരുട്ടി. പാമ്പ് കടിച്ചോ, കടിച്ചു. എന്താ ഇതൊന്നും ബാധിച്ചില്ല. ആഹ പരമാത്മന്നൈ വിഭോ, പരമാത്മായ ഭഗവാനിൽ ലയിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് ന്യസ്താത്മത്വാത് പരിപൂർണമായി ശരണതി ചെയ്ത് സദാ ആത്മസ്വരൂപിയായി ഭഗവാനെ കണ്ടിരിക്കുന്ന കുഞ്ഞിന് ഇതൊന്നും ബാധിച്ചില്ല. കിമപീഡാം അഭജത, ഒരു പീഡയും ഉണ്ടായില്ല. അങ്ങനെയുള്ള കുട്ടിയെ കണ്ട് ഹിരണ്യകശിപു ഒന്ന് ശങ്കിച്ചു. തദശങ്കാവിഷ്ടഃ സ പുനഃ അതിദുഷ്ടോസ്യ ജനകോ ഗുരുക്ത്യാ തദ്ഗേഹേ കില വരുണപാശൈഃ തമരുണത് ഗുരോശ്ചാസന്നിധ്യേ സ പുനരനുഗാൻ ദൈത്യനയാൻ ഭവദ്ഭക്തേഃ തത്വം പരമമപി വിജ്ഞാമശിഷത്. ശങ്കാവിഷ്ടഃ, ഇവനാപ്പ ഇന്ദ്രൻ പോലും എന്നെ കണ്ടാ പേടിക്കും. അങ്ങനെ ഇരിക്കുമ്പോ എന്റെ വീട്ടിലുള്ള ഈ ഞാഞ്ഞൂള് എന്റെ മുമ്പിൽ ഇത്ര ധൈര്യമായിട്ട് ഗൗരവമായിട്ട് ശാന്തമായിട്ട് നിൽക്കണു, ഒരു ഭയപ്പെടാതെ ഇവൻ ആര് എന്ന് സംശയിച്ചു. അപ്പോ ഈ ചണ്ടാമർക്കന്മാര് വന്ന് പറഞ്ഞു, കുട്ടിയെ ഞങ്ങൾക്ക് തരാം, കുറച്ചു കാലം വെക്കാം, ഭൃഗു മഹർഷി വരട്ടെ, ആചാര്യർ വരട്ടെ, അദ്ദേഹം വന്നാൽ അദ്ദേഹം പഠിപ്പിക്കും. അദ്ദേഹം വരില്ല, അദ്ദേഹം എപ്പോഴൊന്നും വരില്ല. അദ്ദേഹത്തിന് നല്ലവണ്ണം അറിയാം, നരസിംഹം തൂണിന്ന് പുറത്തു വരണവരെ അദ്ദേഹം വരില്ല. അത് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഒരു സ്തുതി രചനയായിട്ട് വരും നരസിംഹത്തിനെ കുറിച്ച്. എല്ലാം കഴിഞ്ഞിട്ട് ഈ ഗവൺമെന്റ് ഉള്ളത്തോളം കാലം നമ്മൾ നാട്ടിലേക്കേ ഇല്ല, അങ്ങടേക്ക് വരവേ ഇല്ല. അദ്ദേഹം പോയി തീർത്ഥയാത്രയായിട്ട് എവിടെയെങ്കിലും ആരെങ്കിലും കണ്ട അടുത്ത് കണ്ട തീർത്ഥ നദിയിൽ മുങ്ങിക്കിടക്കും. ആള് പോയിട്ടേ തല പൊക്കുള്ളൂ. എവിടെയെങ്കിലും ഇരണിക്ക് ആളെ പറഞ്ഞേച്ചാലോ ശുക്രാചാര്യർ വരണമെന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ട് വരികയില്ല. അദ്ദേഹം ഒരു പോക്ക് പോയി. അപ്പോഴാണ് ചണ്ടാമർക്കന്മാർ അപ്പോഴാണ് പറഞ്ഞത്, കുട്ടിയെ വിട്ടുതരാം, ഞങ്ങൾ കുറച്ചു കാലം കൂടെ പാഠശാലയിൽ പഠിപ്പിക്കാം. വിട്ടുകൊടുത്തു കുട്ടി, വരുണപാശം കൊണ്ട് കെട്ടിയിട്ടു. അങ്ങനെ ഇരിക്കുമ്പോ പ്രഹ്ലാദന് എല്ലാ ഭക്തന്മാർക്കും കുറച്ചൊന്ന് അനുഭവിച്ചാൽ സത്സംഗം മറ്റുള്ളവരോട് പറയണമെന്ന് തോന്നില്ലേ, ആനന്ദം. സന്തഃ സ്മാരയന്തശ്ച മിഥോ അഗൗഗം ഹരിം ഭക്ത്യാ സഞ്ജാതയ ഭക്ത്യാ ബിഭ്രതി ഉത്പുളകാം തനും. സ്മരിപ്പിക്കൽ ആണ്. അത് നമുക്ക് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. കൗമാര ആചരേത് പ്രജ്ഞഃ ധർമാൻ ഭാഗവതാനിഹ ദുർലഭം മാനുഷം ജന്മ തദപി അധ്രുവമർത്ഥതം. പ്രഹ്ലാദനെ ഗുരുകുലത്തില് അരുണപാശം കൊണ്ട് ബന്ധിച്ച് വെച്ചിരിക്കുക. അപ്പോ ഗുരുക്ത്യാ തദ്ഗേഹേ അരുണപാശൈഹി തമരുണത് ഗുരോശ്ച അസാന്നിധ്യേ. ഈ ചണ്ടാമർക്കന്മാരവിടെ ഇല്ലാത്ത സമയം നോക്കി കുട്ടികളൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാലസ്താവത് ക്രീഡാസക്ത. കുട്ടികളുടെ സ്വഭാവം എന്താ, കളി. പ്രഹ്ലാദൻ വിളിച്ചു അവരെ, കുട്ടികളെയൊക്കെ അടുത്ത് വിളിച്ചു. എന്നിട്ട് കുട്ടികളോട്, പ്രഹ്ലാദനെ കുട്ടികൾക്കൊക്കെ വലുതാണ്, കുട്ടികളെയൊക്കെ അടുത്ത് വിളിച്ചു. ബാലാഹ ന ദൂഷിതധിയഹ, അവരുടെ ബുദ്ധി ഇനിയും കേടുവന്നിട്ടില്ല. ഹന്താർഭഗമേ ശൃണുത വചോ വസ്സർവത ശിവം. ഹന്താർഭഗാമേ ശൃണുത, കുട്ടികളെ കേൾക്ക ഞാൻ പറയണത്. വചോ വസ്സർവത ശിവം, വാക്കുകള് നിങ്ങളുടെ ഹിതത്തിനായിക്കൊണ്ടാണ്, നിങ്ങൾക്ക് മംഗളം വരാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്.
വയസാൻ പശ്യതമൃതാൻ ക്രീഡാന്ധാമാം പ്രപദ്യഥ. എന്റെ കൂട്ടുകാരെ, മരിച്ചവരെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കുക. എത്ര പേര് സംസാരത്തിൽ ജീവിച്ച് അനേക ദുഃഖങ്ങൾ ദുഃഖിച്ച് അനുഭവിച്ച് മരിച്ചു പോകും. നമ്മളും അതുപോലെ ഈ സംസാരത്തിൽ കളിച്ച് യമന്റെ വലയിൽ കുടുങ്ങരുത്. ലോകത്തിലുള്ള സകല വസ്തുക്കളും അവരവർക്ക് വേണ്ടിയാണ് പ്രിയകരമായിട്ട് തീരുന്നത്. വാസ്തവത്തിൽ അവനവൻ എന്താണെന്ന് കണ്ടെത്തി ആ പരമപ്രിയത്തിന് ആസ്പദമായ വസ്തുവിനെ കണ്ടെത്തണം. ഗുരുക്കന്മാർ അങ്ങനെയൊന്നും അല്ലല്ലോ ഞങ്ങളെ പഠിപ്പിച്ചത്. ഗുരുക്തമപിനഗ്രാഹ്യം യത് അനർത്ഥേ അർത്ഥകൽപ്പണം. അനർത്ഥമായിട്ടുള്ളതിനെ അർത്ഥമെന്ന് പഠിപ്പിക്കുകയാണെങ്കിൽ ഗുരു പഠിപ്പിച്ചാലും കേൾക്കും. അർത്ഥം എന്താണ്? ഈശ്വരൻ മാത്രമാണ് അർത്ഥം, ബാക്കിയുള്ളതൊക്കെ അനർത്ഥം. ഈശ്വരനെ മാറ്റി നിർത്തിയാൽ സർവവസ്തുക്കളും അനർത്ഥം. അതാണ് ആചാര്യസ്വാമികൾ ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. കാശിയില് ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആചാര്യര്, അന്ന് ശങ്കരന് 12-13 വയസ്സ്. അപ്പോഴാണ് ഒരു പാഠശാലയിൽ വൃദ്ധൻ 90 വയസ്സായ ഒരാള് ഡുക്രിഞ്ഞ് കരണേ ഡബുജഷ്പാകെ തനുവിസ്താരെ കാണാപാഠം പഠിക്കുക വ്യാകരണശാസ്ത്രം. 80-90 വയസ്സിൽ എങ്ങനെയുണ്ട്? തലയിലെഴുത്ത് വയസ്സായാലും നല്ല ബുദ്ധി തോന്നില്ല. അപ്പോഴും ഭഗവാനെ ഭജിക്കാൻ തോന്നുന്നില്ല. ഞാനും കണ്ടു ഒരു വൃദ്ധന് സന്ധ്യാസമയത്ത് ഒരു പുസ്തകം വെച്ചിരിക്കുന്നു. എന്റെ ശുദ്ധ കൊണ്ട് ഭാഗവതമാണോ ഗീതയാണോ എന്താ പഠിക്കണതെന്ന് നോക്കാൻ തോന്നി. നോക്കിയപ്പോ ഉണ്ട് ഹൗ ടു ഡ്രൈവ് എ കാർ. വയസ്സ് 85. എന്ത് പ്രയോജനം? അപ്പൊ ഇതുപോലെ ബുദ്ധി വരില്ല എന്നാണ്. അപ്പോ ആചാര്യസ്വാമികൾ കണ്ടു വയസ്സ് കാലത്ത് ഇങ്ങനെ വ്യാകരണം പഠിപ്പിച്ചുകൊണ്ടിരിക്കണു. യമൻ ഇത് കണ്ടാ പേടിക്കോ? ഡുക്രിഞ്ഞ് കരണേന്ന് പറഞ്ഞാൽ യമൻ പേടിക്കോ? വ്യാകരണം പഠിക്കണം. എപ്പോ പഠിക്കണം? 10 വയസ്സിന് മുമ്പ് പഠിക്കണം. അപ്പൊ ഭാഷ ശുദ്ധമായി. ഇത് ജീവിതം മുഴുവൻ അബദ്ധം പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോ വയസ്സുകാലത്ത് വ്യാകരണം പഠിച്ചിട്ട് എന്ത് കാര്യം? അപ്പൊ ആചാര്യസ്വാമികൾ പറഞ്ഞു, ഇനി എന്തുണ്ട്? ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുക്രിഞ്ഞ് കരണേ. സംപ്രാപ്തേ സന്നിഹിതേ, അടുത്തു വന്നെത്തിയിരിക്കുന്നു യമൻ. അടുത്തു വന്നെത്തിയിരിക്കുന്നു. സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി, തന്നെ രക്ഷിക്കില്ല. ഈ വ്യാകരണം ഒന്നും തന്നെ രക്ഷിക്കില്ല. ബാലസ്താവത് ക്രീഡാസക്തഃ തരുണസ്താവത് തരുണീസക്തഃ വൃദ്ധസ്താവത് ചിന്താസക്തഃ പരമേ ബ്രഹ്മണി കോപിന സക്തഃ. ബാലനായിരിക്കുമ്പോൾ മുഴുവൻ കളിച്ച് 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 കാലം പോകും. യൗവനത്തിലോ ലോകവിഷയങ്ങളിൽ പരസ്പരം കാമിച്ചും കാലം പോകും. എന്നാ വൃദ്ധനായ നല്ല ബുദ്ധി തോന്നുവോ? ചിന്താസക്ത, കഴിഞ്ഞുപോയതിനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. തനിക്ക് പ്രൊമോഷൻ കിട്ടിയതും തനിക്ക് ജോലി കിട്ടിയതും താൻ ആർക്കൊക്കെ ജോലി വാങ്ങിച്ചു കൊടുത്തു, ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. വൃദ്ധസ്ഥാവത് ചിന്താസക്ത, അതാണ് പറയണത്. പോകുന്നു അത്രേ, വടിയും കുത്തി ഇതാ പോണു. അംഗം ഗളിതം ഫലിതം മുണ്ഡം ദശനവിഹീനം ജാതം തുണ്ഡം വൃദ്ധോ യാതി ഗൃഹീത്വാ ദണ്ഡം തദപി ന മുഞ്ചതി ആശാപിണ്ഡം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ശരീരത്തിലെ അംഗങ്ങളൊക്കെ ഗളിതം, ഒക്കെ ലൂസായി എന്നാണ്. ഇവിടെ ഉള്ള നട്ട് ബോൾട്ട് സ്ക്രൂ ഒക്കെ ലൂസായി, തലയിൽ നിന്ന് കാല് വരെ എല്ലാം. ദശനവിഹീനം, വായിലുള്ള പല്ലുകളും ഒക്കെ പോയി. സെറ്റ് പല്ല് വെച്ചാലും വാസ്തവത്തിലുള്ള പല്ലല്ല. നമ്മളെപ്പോലെ ഏതെങ്കിലും മൃഗങ്ങൾക്ക് പോകുന്നുണ്ടോ? കാര്യമായിട്ടൊന്നും കാണാനില്ല, അല്ലെ? മൃഗങ്ങൾക്ക് തല നരയ്ക്കണതായിട്ടോ മൃഗങ്ങൾക്ക് പല്ല് കൊഴിയണതായിട്ടോ ഒന്നും കാണാനില്ല. മനുഷ്യന് മാത്രം ഇതൊക്കെ കാണുന്നത് എന്താന്ന് വെച്ചാൽ യമൻ ഓരോ ലെറ്ററായിട്ട് അയക്കുകയാണ്. ഇത് അടുത്ത വർഷം ഇങ്ങനെ ലെറ്റർ അയക്കണു. നമ്മൾ സെറ്റ് പല്ല് വെച്ചാൽ യമൻ പോകുമോ? യമൻ അയച്ച ലെറ്റർ അയച്ചു കഴിഞ്ഞു. യമൻ ഓരോ ലെറ്ററായിട്ട് അയക്കുകയാണ്, ഒന്നും രക്ഷയില്ല. അപ്പോ അംഗം ഗളിതം ഫലിതം, ഫലിതം എന്ന് വെച്ചാൽ തലയൊക്കെ നരച്ചു, ഓരോന്നായി നരയ്ക്കും. എത്ര കറുപ്പടിച്ചാലും നരയ്ക്കും. അടിച്ചടിച്ച് ഇവിടെ ഒരു രോമം, അപ്പൊ അതിൽ കറുപ്പ്. പിന്നെ അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു രോമം, അതിൽ കറുപ്പ്. കണ്ണാടി നോക്കി ആദ്യം ഓരോ രോമമായിട്ട് എടുത്തടിക്കും.
പിന്നെ അത് കഴിഞ്ഞാൽ കുറെ ആയിട്ട് തേച്ച് അടിക്കാനൊരു സുഖമുണ്ട്. ഒരു ഭാഗം മാത്രമായിട്ട് നരച്ചു. കുറച്ചു കഴിഞ്ഞപ്പോ അടിക്കാന്ന് പറഞ്ഞ് ബ്രഷ് എടുത്താൽ അവിടെ ക്ലീൻ ആയിട്ട് ഒന്നുമില്ല. അപ്പൊ എവിടെ അടിക്കും? ഫലിതം, മുണ്ടം, കഷണ്ടിയായി. അതിനൊക്കെ ഒരു ഭംഗിയുണ്ട്, അതൊന്നും തെറ്റില്ല അല്ലെ. ഭക്തിയോടെ ഇരുന്ന വാർദ്ധക്യാവും തോറും സൗന്ദര്യവും കൂടിക്കൂടി വരും അത്രേ. വാൽമീകി രാമായണത്തില് ശൂർപ്പണക സുന്ദരിയായി വേഷം കെട്ടി വന്നു, ഭഗവാൻ ചിരിച്ചു കണ്ടിട്ട്. നേരെ മറിച്ച് ഒരാളെ കണ്ടിട്ട് രാമൻ, ഒരു സ്ത്രീയെ കണ്ടിട്ട് രാമൻ പറഞ്ഞു, എന്ത് അഴക്. ആരെയാ അറിയോ? ശബരി, ആ മുത്തശ്ശി, വായില് പല്ലില്ലാത്ത മുത്തശ്ശി ഇങ്ങനെ തലയാട്ടിക്കൊണ്ട് നിൽക്കുമ്പോ ആ സൗന്ദര്യം കണ്ടിട്ട് രാമചന്ദ്രൻ ലക്ഷ്മണനോട് പറയണു, എന്തൊരു അഴക് എന്നാണ്. പഴുത്ത പഴം. അപ്പൊ അതാത്രേ സൗന്ദര്യം. ഒരു 80 വയസ്സിന് മേലെ ഒരു അഴക് വരണം, ഒരു സൗന്ദര്യം വരണം. അത് ഭക്തിയുടെ സൗന്ദര്യം. അതെങ്ങനെ? ജീവിതം മുഴുവൻ ഭക്തി ചെയ്ത് ഭക്തി ചെയ്ത് ഭക്തി ചെയ്ത് നിൽക്കുമ്പോ വാർദ്ധക്യ ദശയിൽ ഒരു സൗന്ദര്യം. അപ്പൊ പല്ലുപോയാലും തല കഷണ്ടിയായാലും തോലൊക്കെ ചുളുങ്ങിയാലും അതൊക്കെ സൗന്ദര്യത്തിനെ കൂട്ടും. അവിടെ നമ്മൾ വേറെ ഏച്ചുകൂട്ടിയാൽ അത് മുഴച്ചു നിൽക്കും. ഏച്ചുകൂട്ടിയാൽ മുഴച്ചു നിൽക്കും. അപ്പൊ അംഗം ഗളിതം തദപിന മുഞ്ചതി ആശാപിണ്ഡം. ആശയാവുന്ന പിണ്ഡം പോണില്ല. താക്കോൽ അപ്പോഴും ഇടുപ്പ് തന്നെ. അപ്പോ പ്രഹ്ലാദൻ പറഞ്ഞു, കുട്ടികളെ ഇങ്ങനെ ഭഗവാനെ നഷ്ടപ്പെടുത്തി കളയരുത്. മനുഷ്യ ശരീരം കിട്ടിയിരിക്കണം, ഭജിക്കണം, ഭഗവത് ഭജനം ചെയ്യണം. എപ്പോ ഭജനം ചെയ്യണം? കുട്ടിക്കാലം മുതൽ തുടങ്ങണം. കൗമാര ആചരേത് പ്രാജ്ഞാം ധർമാൻ ഭാഗവതാനിഹ ദുർലഭം മാനുഷം ജന്മ തദപി അധ്രുവമർത്ഥദം. കൗമാര ആചരേത് പ്രാജ്ഞ. അറിവുള്ളവനാണെങ്കിൽ ചെറിയ കുട്ടിയായിരിക്കുമ്പോ തുടങ്ങും. പല്ല് മുളക്കണതിന് മുമ്പ് കുട്ടിക്ക് ഹരിനാമം ചൊല്ലി കൊടുക്കണം. അപ്പൊ പല്ല് പോയാലും ചൊല്ലും, മുളച്ച പല്ല് പോകുമ്പോഴും ചൊല്ലും. കുട്ടിക്ക് കൊച്ചുകുട്ടിയായി കയ്യിലിരിക്കുമ്പോ മുതൽ ഭഗവൻ നാമം ചൊല്ലാനായി, നാമം ജപിക്കാനായി, സങ്കീർത്തനം ചെയ്യാനായി, കീർത്തനം ചെയ്യാനായി കൊച്ചുകുട്ടിയായിരിക്കുമ്പോ കയ്യില് താളമിട്ട് നാമം ചൊല്ലാൻ പഠിപ്പിച്ചാൽ, ഭജിക്കാൻ പഠിപ്പിച്ചാൽ, ജപിക്കാൻ പഠിപ്പിച്ചാൽ, കഥകളൊക്കെ പറഞ്ഞുകൊടുത്താൽ വാർദ്ധക്യവും ഒരു ശൈശവം, ആ സമയത്തും ഇതിലൊരു രുചി ഏർപ്പെടും. അപ്പോ കൗമാര ആചരേത് പ്രാജ്ഞ. കുമാരനായിരിക്കുമ്പോ അറിവുള്ളവര് ആചരേത്, ഭക്തിയെ ആചരിക്കണം, ഭഗവത് ഭക്തിയെ ആചരിക്കണം. ധർമാൻ ഭാഗവതാനിഹ ദുർലഭം മാനുഷം ജന്മ. മനുഷ്യജന്മം എന്നുള്ളത് വളരെ 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 ദുർലഭം. എത്രയോ ദുർലഭം ഈ മനുഷ്യ ശരീരം. അതുകൊണ്ട് ഭഗവാനെ ഭജിക്കാൻ ഈ ശരീരത്തിന് സാധിക്കും. അതാണ് ദൗർലഭ്യമേ. അല്ലാതെ മനുഷ്യ ശരീരത്തിന് എന്തു ദൗർലഭ്യം? ഭജനം സാധിക്കും മനുഷ്യ ശരീരം കൊണ്ട്. ദുർലഭം മാനുഷം ജന്മ. അർത്ഥതം, അത് ശരിക്കും ഉപയോഗിച്ചാലോ ഭഗവാനെ ഈ ജന്മത്തിലെ പിടിക്കാം. ഭക്തിന്നൊരു വല, ആ വലയെടുത്തോണ്ട് നടക്കണം. ഈ ഈശ്വരനാവുന്ന രാജഹംസം ഇങ്ങനെ എവിടെയോ പറന്ന് നടക്കണോ, അതിനെ പിടിക്കണം. ഒന്നിൽ നമ്മളുടെ വലയിൽ അവൻ കൊടുക്കണം, അല്ലെങ്കിൽ അവന്റെ വലയിൽ നമ്മൾ കൊടുക്കണം. രണ്ടായാലും രക്ഷപ്പെട്ടു. അർത്ഥതം ന അധ്രുവം. ശരീരമോ അധികകാലം നിൽക്കില്ല, നിൽക്കുമ്പോ പ്രയോജനപ്പെടുത്തിക്കൊള്ളണം. പ്രഹ്ലാദൻ പറയണു, ഒരു മനുഷ്യന് 100 വർഷം ആയുസ്. എത്ര പേര് 100 വർഷം ജീവിക്കുന്നു? അങ്ങനെ 100 വർഷം ജീവിച്ചാൽ അതിലൊരു പകുതി ഒരു 50 വർഷത്തോളം ഉറങ്ങിയിട്ട് പോകും. എന്നുവെച്ചാൽ രാത്രി 10 മണിക്കൂർ ഉറക്കം. കുട്ടിക്കാലത്ത് മുതൽ, കുട്ടിക്കാലത്ത് ഏകദേശം ഒരു 2-3 വയസ്സ് വരെ ധാരാളം ഉറങ്ങും. മാക്സിമം സമയം ഉറങ്ങിയേ കഴിയും. ഗർഭത്തിലിരിക്കുമ്പോൾ ഉള്ള സമയം മുഴുവൻ ഉറങ്ങും. പുറത്തു വന്നു കഴിഞ്ഞാലും 18 മണിക്കൂർ 19 മണിക്കൂർ ഉറങ്ങും. പിന്നെ വലുതായി കഴിഞ്ഞാൽ പതുക്കെ 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 ഉറക്കം കുറഞ്ഞു വരും. ഒരു 8 മണിക്കൂറിലൊക്കെ വന്ന് നിൽക്കും. അതും പലരും ഉറങ്ങിക്കൊണ്ടേ തന്നെ ആയിരിക്കണം. രാത്രി ഒരു 10 മണിക്കൂർ ഉറങ്ങും. ഉറങ്ങി എഴുന്നേറ്റാൽ ആ ഉറക്കത്തിന്റെ ക്ഷീണം പോവാനായിട്ട് പിന്നെയും ഉറങ്ങും. എന്നിട്ട് പകൽ സമയത്ത് കിട്ടണം സത്സംഗത്തിൽ വന്നിരുന്നു ഉറങ്ങും. ഓഫീസിൽ പോയി ഇരുന്ന് ഉറങ്ങും. ആരോ പറഞ്ഞു, ഞങ്ങളുടെ ഓഫീസിൽ ഫോർവേഡും ബാക്ക്വേർഡും 2 പേരുണ്ട്. കാസ്റ്റ് അല്ല, മുമ്പിലേക്ക് കിടന്ന് ഉറങ്ങണവരും ബാക്കിലേക്ക് ചെറിഞ്ഞ് ഉറങ്ങണം, അങ്ങനെ ഉറങ്ങണവരുണ്ട്. എല്ലാ വിധത്തിലും ഉറങ്ങും. ഇങ്ങനെ
ഈ ജീവിതം എന്ന് പറയണതേ ഒരു വിടാത്ത നിദ്ര. ഇതേ ഒരു ഉറക്കമാണ്. നമ്മളുടെ ഈ ജന്മത്തിന് പുറകിലേ ഒരു ഉറക്കമുണ്ട്. ബ്രഹ്മത്തിനെ മറക്കുക എന്ന് പറയുന്നത് ഒരു ഉറക്കം, ഒരു നിദ്ര. സ്വരൂപത്തിനെ മറക്കൽ, ബ്രഹ്മത്തിനെ മറക്കുക എന്നുള്ളൊരു വലിയ ഉറക്കം നമ്മളുടെ ജന്മത്തിന് പുറകിലുണ്ട്. ആ ഒരു ഉറക്കത്തിലാണ് ജനിക്കുന്നത് തന്നെ. ഈ ജീവൻ എപ്പോഴാ എഴുന്നേക്കാൻ പോണ അറിയില്ല. അനാദി മായയാ സുപ്തഃ യഥാ ജീവ പ്രബുദ്ധ്യതേ അജമനിദ്രം അസ്വപ്നം അദ്വൈതം ബുദ്ധ്യതേ തഥാ. അനാദി മായ കൊണ്ട്, അനാദികാലം ഈ മായ എപ്പോ തുടങ്ങിയെന്ന് അറിയില്ല, അപ്പം മുതൽ ഉറങ്ങാൻ തുടങ്ങിയതാണ് ഈ ജീവൻ. എന്നോ സദ്ഗുരുവാവുന്ന സിംഹം വന്ന് ഗർജിക്കുമ്പോ എഴുന്നേക്കും. അങ്ങനെ എഴുന്നേക്കുമ്പോ അജമനിദ്രം, ജനന മരണമില്ലാത്ത ബ്രഹ്മമാണ് ഞാൻ എന്ന് ഉണരും. അപ്പൊ അതുവരെ ഉറങ്ങിയേ കാലം പോകും. കിട്ടുന്നത് കുറച്ച് സമയം. ആ കിട്ടുന്ന സമയത്തിനെ പ്രയോജനപ്പെടുത്തിക്കൊള്ളണം. കിട്ടുന്ന സമയത്തിനെ പ്രയോജനപ്പെടുത്തി എന്തു വേണം? ഹരിഭജനം ചെയ്യണം, ഭഗവത് ഭജനം ചെയ്യണം, ഭഗവാനെ ഭജിക്കണം. ഗുരുവായൂരപ്പൻ ഇവിടെ അടുത്തുണ്ട്. ഏവം ദുർലഭ്യ വസ്തുന്യപി സുലഭതയാ ഹസ്തലബ്ധേ യദന്യത്തൻവാചാദിയാവാ ഭജതി ബതജനഃ ക്ഷുദ്രദൈവ സ്ഫുടേയം. ദുർലഭ്യമായിട്ടുള്ള വസ്തു ഇത്ര അടുത്തിരിക്കുമ്പോ എന്തിന് വിഷമിക്കണം, എന്തിന് കരയണം, എന്തിന് ദുഃഖിക്കണം? ഇനിയിപ്പോ ഗുരുവായൂരപ്പൻ ഇവിടെ ഇരുന്ന് സ്മരിച്ചാലും മതി. പോവാൻ പറ്റിയിട്ടില്ലെങ്കിലും ഗുരുവായൂരപ്പൻ ഇങ്ങോട്ട് കൊണ്ടുവരിക. നാമസങ്കീർത്തനം, ഭഗവാന്റെ നാമത്തിന് ഉള്ളിൽ സ്മരിച്ചോളുക നിരന്തരം. എഴുന്നേക്കാൻ വയ്യാതെ കിടക്കുകയാണെങ്കിൽ നാമം ജപിച്ചോളുക. നമുക്ക് കഴിയുന്നവരെ നാവൊന്ന് വേണ്ടു ഹരിനാരായണായ നമ, നാവൊന്ന് ഉള്ളത്തോളം ജപിച്ചോളുക. ബാക്കി ഭഗവാൻ നോക്കിക്കൊള്ളും. ഒരു പറ്റാത്തൊരു ഘട്ടം വന്നാൽ അതുവരെ അങ്ങോട്ട് ജപിച്ചിട്ട് ബാക്കിയുള്ളത് അങ്ങോട്ട് പറ്റിയിട്ടില്ലെങ്കിൽ ബാക്കി ഭഗവാൻ നോക്കിക്കൊള്ളും. അതങ്ങോട്ട് ഭഗവാന് വിട്ടുകൊടുക്കാം. ഇത്രയും ജപിച്ചിട്ട് ഇനിയിപ്പോ ബാക്കി പറ്റാത്ത ഘട്ടത്തിൽ നമ്മളെ കൈവിട്ടാൽ ആ ഗുരുവായൂരപ്പൻ നമുക്ക് വേണ്ട. അങ്ങനെ വിടില്ല, അങ്ങനെ ഉപേക്ഷിക്കില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാവുന്നത്ര ചെയ്തിട്ട് ശരീരം ഉള്ളത്തോളം, ബലമുള്ളത്തോളം, ആരോഗ്യമുള്ളത്തോളം, സാധിക്കുന്നിടത്തോളം ഭഗവത് ഭജനം, ഭാഗവത വൃത്തി. അല്ലാതെ കുടുംബപോഷായ വിയന്നിജായുഹു ന ബുദ്ധ്യതേർത്ഥം വിഹതം പ്രമത്തഃ. പ്രഹ്ലാദൻ പറഞ്ഞു, ഈ കുടുംബപോഷണം മാത്രം ജീവിത വ്രതമായി. കുടുംബാരാമ, ആത്മാരാമനാവേണ്ട ജീവൻ കുടുംബാരാമൻ. എന്തു പറഞ്ഞാലും കുടുംബം പറയും. ഭജിച്ചൂടെ? അയ്യോ ഞങ്ങളുടെ കുടുംബത്തിൽ സ്വൈരമില്ല. സപ്താഹത്തിന് വന്നൂടെ? കാലത്തെണീറ്റ സമയമില്ല. വീട്ടിൽ കുടുംബത്തിന് വേണ്ടിയേ ജീവിച്ച് അവസാനം വാൽമീകിയോട് ചോദിച്ച പോലെ ഒരു ഘട്ടത്തിൽ ചോദിക്കേണ്ടി വരും രത്നാകരനോട്, ഇവരാരെങ്കിലും കൂടെ വരുമോ? നല്ല സമയത്ത് നോക്കി അവരൊക്കെ കൈവിടും. എപ്പോ വേണമോ അപ്പോഴൊക്കെ കൈവിടും. ആരും ഒരു വിധത്തിലും ഒരു മേൽപോട്ട് പോകേണ്ട ജീവനെ സഹായത്തിന് വലിയ തടസ്സത്തിന് വേണമെങ്കിൽ വരും. അപ്പൊ എന്തു വേണം? അവരെയൊക്കെ നിർത്തേണ്ടടുത്ത് നിർത്തണം. ഈശ്വരന് മേലെ ഒന്നിനെയും വെക്കരുത്. ജീവിതത്തിന്റെ പരമലക്ഷ്യം ഭഗവത് പ്രാപ്തി. അതുകൊണ്ട് ഭഗവാനെ മുഖ്യമായി കരുതിക്കൊണ്ട് ബാക്കി എല്ലാത്തിനെയും കൈകാര്യം ചെയ്തോളാം, എല്ലാം ചെയ്തോളാം. അതുകൊണ്ട് ഹേ അസുരാർഭകാഹ, അസുര കുഞ്ഞുങ്ങളെ, ഭഗവാനെ ഭജിക്കണം, ഭഗവത് തത്വം അറിയണം. വിദ്വാനബിത്തം ധനുജാഹ കുടുംബം പുഷ്ണൻ സ്വലോകായന കൽപ്പതേ വൈ യസ്വീയ പാരക്യ വിഭിന്ന ഭാവഃ തമഃ പ്രപദ്യേത യഥാ വിമൂഢഃ. ഞാൻ വേറെ, മറ്റുള്ളവൻ വേറെ, അവൻ വേറെ, ഇവനെ വേറെ എന്ന് പറഞ്ഞ് മഹാ ഇരുട്ടിൽ ചെന്ന് വീഴും ഈ ജീവൻ. അതുകൊണ്ട് അസുര കുഞ്ഞുങ്ങളെ, സർവചരാചരങ്ങളിലും വ്യാപിച്ചു നിൽക്കുന്ന ഹരിയെ കണ്ടെത്തി ഭജിക്കണം. ഹരി സർവഭൂതങ്ങളിലും വസിക്കുന്നു, സർവചരാചരങ്ങളിലും വസിക്കുന്നു, എല്ലാവരുടെ ഹൃദയത്തിലും ഹരി വസിക്കുന്നു, ആ ഭഗവാൻ വസിക്കുന്നു എന്നറിഞ്ഞ് ഭഗവാനെ വിടാതെ തസ്മാത് സർവേഷു ഭൂതേഷു ദയാം കുരുത ആസുരം ഭാവം ഉന്മുച്യ യയാ തുഷ്യതി അധോക്ഷതഃ. ഭഗവാൻ സന്തോഷിക്കണമെങ്കിൽ എന്താണ്? ഭക്തി സാധനയെ ഒരു ശ്ലോകത്തിൽ പറഞ്ഞു പ്രഹ്ലാദൻ, ഒരേ ഒരു ശ്ലോകത്തിൽ. എന്താണെന്ന് വെച്ചാൽ തസ്മാത് സർവേഷു ഭൂതേഷു, സർവഭൂതങ്ങളിലും ഹരി വസിക്കുന്നു. അപ്പൊ ഹരിയെ എങ്ങനെ പൂജിക്കും? ദയാം കുരുത് സൗഹൃദം. ആർക്കാണോ നമ്മളുടെ ദയ ആവശ്യം, ആർക്കാണോ നമ്മളെ കൊണ്ട് സേവ ആവശ്യം, അവർക്ക് സേവ ചെയ്യാം. അല്ലെങ്കിൽ സമബുദ്ധി സമത്വത്തോടുകൂടി ഉള്ളവരാണെങ്കിൽ അവരോട് സൗഹൃദഭാവത്തോടുകൂടി ഒരു നമസ്കാരം. ആസുരഭാവത്തിനെ ഉള്ളിന്ന് വിട്ടുകളഞ്ഞാൽ തുഷ്യതി അധോക്ഷജ, ഭഗവാൻ സന്തോഷിക്കും. ഇങ്ങനെ ഭക്തി, ലളിതമായ ഭക്തിയെ എടുത്തു പറഞ്ഞു. നാരദൻ തനിക്ക് ഭാഗവത ധർമ്മം ഉപദേശിച്ചതൊക്കെ എടുത്തു പറഞ്ഞു. അത് നമ്മൾ മുൻപേ കണ്ടു.
ഇങ്ങനെ അവിടെയുള്ള അസുര കുട്ടികൾക്കൊക്കെ ഭക്തിതത്വം ത്വദ്ഭക്തേ തത്വം പരമമപി വിജ്ഞാനമശിഷത് ഭവദ്ഭക്തേസ്തത്വം ഭഗവാന്റെ ഭക്തിയെ ഉപദേശിച്ചു. തനിക്കേർപ്പെട്ട അനുഭൂതിയെ തന്റെ കൂടെയുള്ളവർക്കൊക്കെ കൊടുത്തു. എല്ലാവരും അറിയട്ടെ എന്ന്. പ്രിയത്തെ അമലയാ ഭക്തിയ, ഭഗവാൻ അമലമായ ശുദ്ധമായ ഭക്തി കൊണ്ട് സന്തോഷിച്ച് നമുക്ക് ആത്മാനുഭവത്തിനെ തരും എന്ന് കുട്ടികളോടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ചണ്ടാമർക്കന്മാരിത് കേട്ടത്. അവരയ്യോ, ഈ കുട്ടി ഇവിടെ പാഠശാലയിലുള്ള കുട്ടികളൊക്കെ നാമസങ്കീർത്തനം ചെയ്യാൻ തുടങ്ങി. എല്ലാവർക്കും ഭക്തിയെക്കുറിച്ച് പറയാൻ തുടങ്ങി. ഇവനെ ഇങ്ങനെ വിട്ടാൽ നാളെ നമ്മളും കൂടെ സങ്കീർത്തനം ചെയ്യാൻ തുടങ്ങും, ഭജിക്കാൻ തുടങ്ങും. അപ്പോ പ്രഹ്ലാദനെ പിടിച്ചുകൊണ്ടുപോയി ഹിരണ്യകശിപുവിന്റെ മുമ്പിൽ കൊണ്ടുചെന്ന് നിർത്തി, സ്വാമി, നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾ തന്നെ ശരിയാക്കിക്കൊള്ളുക. പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾക്കും ഇവന്റെ വലയത്തിൽ പെട്ടുപോകും തോന്നുന്നു. ഞങ്ങളും കുറച്ചു കഴിഞ്ഞാൽ ഞങ്ങളും അവിടെ പാഠശാലയില് ഒരു നാരായണീയ സങ്കീർത്തന ട്രസ്റ്റ് തുടങ്ങും. അവിടെ സങ്കീർത്തനം തുടങ്ങും, ഭജനം തുടങ്ങും, സങ്കീർത്തനം തുടങ്ങും, ഒന്നും രക്ഷയില്ല. അപ്പോ ഇവനിതാ നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളുക എന്ന് പറഞ്ഞ് മുമ്പിൽ കൊണ്ടുചെന്ന് നിർത്തി. പിതാ ശൃണ്വൻ ബാലപ്രകരമഖിലം ത്വത്സ്തുതിപരം ഋഷാന്ധപ്രാഹൈനം കുലഹതക കസ്തേ ബലമിതി. പ്രഹ്ലാദനെ പിടിച്ചു നിർത്തി ഹിരണ്യകശിപു അങ്ങോട്ട് നോക്കിക്കൊണ്ട്, എവിടുന്നേടാ തന്റെ ബലം? ഹേ ദുർവിനീത മന്ദാത്മൻ കുലഭേദകര അധമ. എന്തൊക്കെയാ വിളിക്കണത് പ്രഹ്ലാദനെ? പ്രഹ്ലാദനോ പരമശാന്തമായിട്ട് ശീതളമായിട്ട് തണുത്തു നിൽക്കണം. യാതൊരു വിഷമമില്ല, ദേഷ്യമില്ല, വെറുപ്പില്ല. ഇവന് ടെൻഷൻ ഏറി വരണു. ഹിരണ്യകശിപു പറയുന്നു, കുലത്തിനെ നശിപ്പിക്കാനായിട്ട് വന്നിട്ടുള്ളവൻ എന്നെ കണ്ടാൽ ഇന്ദ്രാദി ദേവന്മാര് പേടിക്കും. താൻ ഒരു ഭയമില്ലാതെ എന്റെ മുമ്പിൽ നിൽക്കണമല്ലോ. തന്റെ ബലം എവിടുന്നാ? തനിക്ക് ആരാ ബലം? കുലഹതക കസ്തേ ബലമിതി. എവിടുന്നാടാ ബലം? അച്ഛ, ഇതുപോലും അറിയില്ലേ? എവിടുന്ന് ബലം? ബലം ഒരേ ഒരു ബലമേ ഉള്ളൂ. അങ്ങയ്ക്ക് ബലമില്ല, എനിക്ക് ബലമില്ല, ലോകത്തിൽ ആർക്കും ബലമില്ല. എല്ലാവർക്കും യോ അന്തഃപ്രവിശ്യ, ആര് ഉള്ളിൽ പ്രവേശിച്ച് ബലം കൊടുക്കണോ അവനാണ് ബലം. അല്ലാതെ വേറെ ആരും ബലമില്ല. ബലം മേ വൈകുണ്ഠ തവച ജഗതാം ചാപി സബലം സയേവ ത്രൈലോക്യം സകലം ഇതി ധീരോയം അഗതീത്. ബലം മേ വൈകുണ്ഠ. അച്ഛാ, എനിക്ക് ബലം ആരാണ് എന്നങ്ങ് ചോദിച്ചുവല്ലോ. ഈ 3 ലോകത്തിനും ബലം ഭഗവാൻ തന്നെ. സയേവ ത്രൈലോക്യം സകലം. ഈ 3 ലോകങ്ങളും ആ വിഷ്ണു തന്നെയാണ്, ആ വൈകുണ്ഠ പ്രഭു. ജഗത്ത് മുഴുവൻ ആ ഭഗവാന്റെ സ്വരൂപം. ആ ഭഗവാൻ അല്ലാതെ ഇവിടെ ഒന്നുമില്ല. എല്ലാവരുടെ ഉള്ളിലും പ്രവേശിച്ച് എല്ലാവർക്കും ബലം കൊടുത്തുകൊണ്ട് അന്യാംശ്ച ഹസ്തചരണ ശ്രവണ ത്വഗാദീൻ പ്രാണാന് നമോ ഭഗവതേ പുരുഷായ തുഭ്യം. എല്ലാവരുടെ ശരീരത്തിലും പ്രാണൻ, അപാനൻ, ശ്വാസോച്ഛ്വാസം നടക്കാനും, കൈകാലുകൾ അനക്കാനും, ചിത്തം ചലിക്കാനും, ബുദ്ധി പ്രവർത്തിക്കാനും, കണ്ണ് കാണാനും, ചെവി കേൾക്കാനും എല്ലാത്തിനും മൂലകാരണമായി ആത്മാവായി വസിക്കുന്ന ആ വിഷ്ണു എനിക്കും അവിടത്തേക്കും ഈ ജഗത്തിനു മുഴുവനും ബലം. അവനാണ് ബലം എന്നറിഞ്ഞാൽ ബലം ക്ഷയിക്കുകയില്ല. അവനാണ് ബലം എന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ എത്ര തപസ്സുകൊണ്ട് ബലം സമ്പാദിച്ചാലും തപസ് ക്ഷയിക്കുമ്പോ ബലം ക്ഷയിക്കും, യോഗം ക്ഷയിക്കുമ്പോ ബലം ക്ഷയിക്കും, ധ്യാനം വിട്ടുപോകുമ്പോ ബലം പോകും. എന്താന്ന് വെച്ചാൽ ബലം എന്റെ ആണെന്നും ഞാൻ ആർജിച്ചതാണെന്നും വിചാരിക്കുന്നത് കൊണ്ട് അത് ക്ഷയിച്ചു പോകും. ബലം എന്റെയല്ല, ഞാൻ ആർജിച്ചതുമല്ല, ജഗത്തിനു മുഴുവൻ ഒരേ ഒരു ബലമേ ഉള്ളൂ എന്നറിഞ്ഞാൽ അവ്യയം എന്ന് വെച്ചാൽ ആ ബലം വ്യയമാവുകയില്ല, ആ ശക്തി ക്ഷയിച്ചു പോവുകയില്ല, ആ ശക്തി ഒഴുകിക്കൊണ്ടേയിരിക്കും. ആ ശക്തി ഒരേ ശക്തിയേ ഉള്ളൂ ജഗത്തിന് മുഴുവൻ. ആ ശക്തി ഈ ശക്തി പല പേര് പറഞ്ഞ് വേർപിരിക്കേ വേണ്ട. ഒരേ ഒരു ശക്തി ജഗദീശ്വരൻ. ആ ജഗദീശ്വരൻ സർവ്വപേരുടെ ഉള്ളിലെ സർവത്തിനും മൂലമായിട്ടിരിക്കുന്നു. ആ ശക്തിക്ക് ക്ഷയമേ ഇല്ല. അതാണ് യോഗത്തിനും ജ്ഞാനത്തിനും ഒരു വ്യത്യാസം.
യോഗത്തിൽ എന്തു വിചാരിക്കണു? യോഗ സാധനകൾ കൊണ്ട് ശക്തി സമ്പാദിക്കണം എന്ന് വിചാരിക്കണം. അതൊരു ഭ്രമം. അങ്ങനെ സമ്പാദിച്ച് ശക്തിയെ വെച്ചുകൊണ്ടിരുന്നാൽ ഇവരുടെ യോഗ സാധനയ്ക്ക് എത്ര ബലമുണ്ടോ അത്ര കണ്ട് ശക്തി. യോഗ സാധനയുടെ ബലം ക്ഷയിക്കുമ്പോൾ ശക്തി ക്ഷയിച്ചു പോകും. എന്നാൽ ജ്ഞാന സാധനയില് അറിവുള്ളവൻ എന്തു ചെയ്യണു? ഞാനേ ഇല്ല, ജഗത്തിനെ മുഴുവൻ പരിപാലിക്കണു, ഒരു ശക്തിയേ ഉള്ളൂ. യോഗസാധന കൊണ്ട് സമ്പാദിച്ച ശക്തി ദുർവാസാവിന് നഷ്ടപ്പെട്ടു പോകും. അംബരീഷന് ഭക്തിസാധന കൊണ്ട് അടങ്ങിപ്പോയതുകൊണ്ട്, ശരണാഗതി ചെയ്തതുകൊണ്ട് തനിക്കെന്ന് പറഞ്ഞൊരു ശക്തിയില്ല. പക്ഷെ ജഗത്തിന്റെ ശക്തി എപ്പോ വേണമെങ്കിൽ തനിക്ക് വേണ്ടപ്പോഴൊക്കെ വന്ന് പ്രവർത്തിക്കാൻ തയ്യാറായിട്ട് നിൽക്കണം. അപ്പൊ താൻ കയ്യിൽ ശക്തിയെ വെക്കേണ്ട ആവശ്യമില്ല, ശക്തിക്ക് ശരണാഗതി. പ്രഹ്ലാദന് ഇപ്പൊ ശക്തിയൊന്നുമില്ല. പ്രഹ്ലാദൻ ഹിരണ്യകശിപുവിനെ പോലെ കഠോരമായിട്ട് ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്തില്ല, വരം വാങ്ങിച്ചില്ല, യാതൊന്നുമില്ല. ഹിരണ്യകശിപു സകല വിധത്തിൽ തപസ് ചെയ്തു വരം വാങ്ങിച്ച് ശക്തിയൊക്കെ കയ്യിൽ വെച്ചിട്ടും ഒരു ശക്തിയുമില്ലാതെ പ്രപഞ്ചശക്തിക്ക് ശരണാഗതി ചെയ്ത് നിൽക്കുന്ന കുട്ടിയുടെ മുമ്പിൽ പേടിച്ചു. ഇന്ദ്രാദികളെ തന്റെ ശക്തി കൊണ്ട് പേടിപ്പിച്ച ഹിരണ്യകശിപു തനിക്കായിട്ട് ഒരു ശക്തിയുമില്ലാതെ ജഗദീശ്വരന്റെ ശക്തിയെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന ഒരു കൊച്ചുകുട്ടിയുടെ മുമ്പിൽ ശങ്കാവിഷ്ട, ഭയന്നുപോയി, പേടിച്ചുപോയ ഹിരണ്യകശിപു ചോദിക്കുകയാണ്, എവിടെയാടാ തന്റെ ശക്തി? ബലം മേ വൈകുണ്ഠ തവച ജഗതാം ചാപി സബലം. അച്ഛാ, അങ്ങയുടെ ബലം, എന്റെ ബലം, ഈ ജഗത്തിന്റെ ബലം എല്ലാമേ വൈകുണ്ഠ. സയേവ ത്രൈലോക്യം സകലം, അവൻ തന്നെയാണ് ഈ ത്രിലോകങ്ങളും. ഇതി ധീരോയമഗതീത്, ധീരനായി പറഞ്ഞു. ജഗത്ത് മുഴുവൻ നാരായണൻ. യാതൊന്നു കാൺപതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണ അർച്ചനകൾ. യാതൊന്നിതൊക്കെ ഹരിനാരായണായ നമ. ഹിരണ്യകശിപു കോപം കൊണ്ട് വിറച്ചു. എവിടെയാടാ നാരായണൻ? എല്ലായിടത്തും ഉണ്ടെന്ന് പറഞ്ഞുവല്ലോ, എവിടെ? അരേ ക്വാസൗ ക്വാസൗ സകല ജഗദാത്മാ ഹരിരിതി പ്രഭിന്ദേ സ്മസ്തംഭം ചലിതകരവാളോ ദിതിസുതഃ. അരേ ക്വാസൗ ക്വാസൗ സകല ജഗദാത്മാ ഹരിരിതി. ഡോ, എവിടെ ഹരി? അരേ, എടോ എന്നാണ്. ക്വാസൗ സകല ജഗദാത്മാ, സകല ജഗത്തിനും ആത്മാവായിട്ടുള്ള ഹരി എവിടെയാ ഉള്ളത്? അരേ ക്വാസൗ ക്വാസൗ സകല ജഗദാത്മാ ഹരിരിതി. ഈ തൂണിലുണ്ടോ? ഈ സ്തംഭത്തിലുണ്ടോ? കസ്മാത് സ്തംഭേന ദൃശ്യത്തെ. ദൃശ്യത്തെ ഖലു സർവത്ര ഹരി ദൃശ്യത്തെ ന ദൃശ്യത്തെ. രണ്ടുപേരുടെ വാക്കാണ്. പ്രഹ്ലാദൻ പറഞ്ഞു, ദൃശ്യത്തെ ഖലു സർവത്ര ദൃശ്യത്തെ ഹരിരേവ ദൃശ്യത്തെ ന അന്യദൃശ്യത്തെ. ഹരിയല്ലാതെ വേറെ ഒന്നും കാണാനില്ലല്ലോ, ഹരിയേ ഉള്ളൂ. ഹിരണ്യകശിപു ആണെങ്കിൽ പറയണു ഹരിയേ കാണാനില്ല, ഹരി ഒഴിച്ചു ബാക്കി കാണപ്പെടണം. ഹിരണ്യകശിപു ആണെങ്കിൽ ഹരിയെ കാണില്ല, പ്രഹ്ലാദനാണെങ്കിൽ ഹരിയല്ലാതെ ഒന്നും കാണില്ല. അതാണ് വ്യത്യാസം രണ്ടുപേരുടെയും ദൃഷ്ടി. രണ്ടുപേരും ഒരേ ലോകത്തിനെ തന്നെ കാണുന്നു. ദൃഷ്ടിം ജ്ഞാനമയം കൃത്വാ പശ്യേത് ബ്രഹ്മമയം ജഗത്. ദൃഷ്ടി അജ്ഞാനമയമാണെങ്കിൽ ജഗത്ത് ജഡം, ദൃഷ്ടി ജ്ഞാനമയമാണെങ്കിൽ ജഗത്ത് ചൈതന്യം. പ്രഹ്ലാദന് ദൃഷ്ടി ജ്ഞാനമയം. എന്ത് സാധന ചെയ്തു? നാരദൻ ഉപദേശിച്ചു, കേട്ടു, അത്ര തന്നെ. ഹിരണ്യകശിപു അനേക സാധനകൾ ചെയ്തു, കഠോര തപസ് ചെയ്തു. പക്ഷെ ദൃഷ്ടി അജ്ഞാനമയം, ജഡം. ഇവിടെ തൂണ്, ഇവിടെ തുരുമ്പ്, ഇവിടെ മരം, ഇവിടെ ആകാശം, ഇവിടെ ഭൂമി, ഇവിടെ മണ്ണ്, ഇത് സ്ത്രീ, ഇത് പുരുഷൻ, അത് വേറെ ഇത് വേറെ തോന്നുന്നു. അതിന്റെയൊക്കെ ദുഃഖം. അന്യമായി കണ്ടുകൊണ്ടിരുന്നാൽ മൃത്യോഹോ സ മൃത്യുമാപ്നോതി ഏഹ നാനേവ പശ്യതി. എല്ലാം വേറെ 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 തോന്നും തോറും മരണത്തിൽ നിന്ന് മരണത്തിന് പോകും. എപ്പോഴാണോ സർവവും ഒരേ വസ്തു വിഷ്ണു എന്ന് കാണുന്നുവോ അപ്പൊ മരണവുമില്ല, ജനനവുമില്ല. ഇവിടെ തന്നെ മൃത്യുവിനെ ജയിച്ചിരിക്കണം. മൃത്യുവിനെ ജയിക്കണം എന്ന് ആശപ്പെട്ട ഹിരണ്യകശിപു ഭേദബുദ്ധി ഉള്ളത് കൊണ്ട് ഇതാപ്പൊ മരിക്കാൻ പോണു. മൃത്യുവിനെ ജയിക്കണം എന്ന് ആശപ്പെടുകയേ ചെയ്യാതെ ജഗത്ത് മുഴുവൻ ബ്രഹ്മമയം എന്ന് കാണുന്ന പ്രഹ്ലാദന് മൃത്യു കൂട്ടുകാരൻ, മരണമില്ല. അപ്പൊ പ്രഹ്ലാദൻ ഇവിടെ പറഞ്ഞു, പ്രഹ്ലാദൻ സർവത്ര വിഷ്ണു. സ്തംഭേ കസ്മാന് സ്തംഭേ ദൃശ്യതേ ഖലു. തൂണിലുണ്ടല്ലോ. തൂണിലുണ്ടെന്നല്ല, ജഗത്തിനു മൂന്നിനും മൂലസ്തംഭമാണവൻ. അങ്ങനെയുള്ളപ്പോ ഈ സ്തംഭത്തിലുണ്ടോ എന്ന് ചോദിക്കാമോ? അവനിലാണ് ഈ ജഗത്തെ നിൽക്കുന്നത്.
പ്രഭിന്ദേ സ്മ സ്തംഭം ചലിതകരവാളോ ദിതിസുതഃ അതഃ പശ്ചാത് വിഷ്ണോ നഹി വദിതും ഈശോസ്മി സഹസാ കൃപാത്മൻ വിശ്വാത്മൻ പവനപുരവാസിൻ മൃഡയമാം. അവിടെ വന്നപ്പോ ഭട്ടതിരി ഇരുന്നു വിറച്ചു. ഗുരുവായൂരപ്പൻ ശ്രീകോവില് നല്ല ഉണ്ണിക്കണ്ണനായിട്ട് കോണ കൊടുത്ത്, പട്ടുകോണ കൊടുത്ത് കയ്യിൽ വെണ്ണയും കൊടുത്ത് നിർത്തിയിരുന്ന രൂപം ഇപ്പോ ഈ ഭാഗം എത്തി അങ്ങോട്ട് ശ്രീകോവിലേക്ക് നോക്കിയപ്പോ ഭട്ടതിരി പറഞ്ഞു, അടുത്തിരുന്ന് അനിയൻ എഴുതുന്നുണ്ട്, അനുജനോട് പറഞ്ഞു എനിക്ക് പറയാൻ വയ്യ, എനിക്കിനി പറയാനുള്ള ധൈര്യം ഇല്ല എന്നാണ്. ശ്രീകോവിൽ നോക്കിയപ്പോ പേടിച്ചു എന്നാണ്. അതഃ പശ്ചാത് വിഷ്ണു നഹി വദിതുമീശോസ്മി സഹസാ. ഹേ വിഷ്ണു, സർവവ്യാപിൻ, ഗുരുവായൂരപ്പ വാദപുരാധീശ എന്നൊക്കെ വിളിച്ച ആളിപ്പോ വിഷ്ണു. നഹി വദിതുമീശോസ്മി, തൂണിലും തുരുമ്പിലും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെ ഇനി പറയാൻ എനിക്ക് ധൈര്യമില്ല. കൃപാത്മൻ, ഭഗവാനെ എന്നെ രക്ഷിക്കൂ എന്നാണ്. പ്രഹ്ലാദനെയല്ല, അപ്പോ പേടിച്ചു. കൃപാത്മൻ വിശ്വാത്മൻ, വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പ്രഭു. പവനപുരവാസിൻ മൃഡയമാം, എന്നെ രക്ഷിക്കൂ ഭഗവാനെ, എനിക്ക് പേടി തോന്നണു ഭഗവാനെ. ഏതോ ഒരു രൂപം, അവിടെ കൃഷ്ണനെ കാണാനില്ല, ഗുരുവായൂരപ്പനെ കാണാനില്ല, ഗുരുവായൂരപ്പന്റെ ശാന്തമായ രൂപമില്ല, ഭയങ്കരമായ ഏതോ സത്വം, ഭയങ്കരമായ ഏതോ സത്വം ശ്രീകോവിലിൽ നിൽക്കുന്നു. സത്യം വിധാതും നിജഭൃത്യഭാഷിതം വ്യാപ്തിം ച ഭൂതേഷു അഖിലേഷു ച ആത്മനഃ അദൃശ്യത അത്യദ്ഭുതരൂപമുദ്വഹൻ സ്തംഭേ സഭായാം ന മൃഗം ന മാനുഷം സ്തംഭേ ഘട്ടയതോ ഹിരണ്യകശിപോ കർണൗ സമാചൂർണയൻ ആഘൂർണജഗദണ്ഡകുണ്ഠകുഹരോ ഘോരസ്തവാഭൂദ്രവഃ ശ്രുത്വായം കില ദൈത്യരാജഹൃദയേ പൂർവം കദാപ്യശ്രുതം കമ്പഃ കശ്ചന സമ്പപാതചലിതോപി അംഭോജഭൂഃ വിഷ്ടരാത് ദൈത്യേ ദിക്ഷു വിസൃഷ്ടചക്ഷുഷി മഹാസംരംഭിണി സ്തംഭതഃ സംഭൂതം ന മൃഗാത്മകം ന മനുജാകാരം വപുസ്തേ വിഭോ കിം കിം ഭീഷണമേതദ്ഭുതമിതി വിസ്ഫൂർജ വിഭ്രാന്തചിത്തേ സുരേ വിസ്ഫൂർജദ്ധവളോഗ്രരോമ വികസദ്വർഷ്മാ സമാജൃംഭത. സ്തംഭേ ഘട്ടയതോ ഹിരണ്യകശിപോ, സ്തംഭത്തിലേക്ക് തൂണില് കൈകൊണ്ട് അടിച്ചപ്പോ തൂണ് പൊട്ടി. അതിഘോരമായി ഗർജനം ചെയ്തുകൊണ്ട് ഭഗവാൻ അവിടെ പ്രകാശിച്ചു. തന്റെ ഭൃത്യന്റെ വാക്ക് സത്യം ചെയ്യാനായിട്ട് സർവത്ര വ്യാപിച്ചു നിൽക്കുന്ന വസ്തു തൂണിൽ നിന്ന് പ്രകാശിച്ചു. ഹിരണ്യകശിപോഹോ കർണൗ സമാചൂർണയൻ, ഹിരണ്യകശിപുവിന്റെ ചെവി തുളച്ചു കയറുന്ന ഗർജനത്തോടുകൂടെ ആഘൂർണ ജഗദണ്ഡ കുണ്ഠകുഹരഃ ഘോരസ്തവാപൂദ്രവഃ, സർവത്ര ബ്രഹ്മാണ്ഡമാവുന്ന മഹാപാത്രത്തിന്റെ ഉൾഭാഗങ്ങളെല്ലാം ഇട്ട് വട്ടം തിരിക്കുന്ന രീതിയിൽ, അതിനകത്ത് മുഴുവൻ കറക്കുന്ന രീതിയിൽ അതിഭയങ്കരമായ ഒച്ച ഉണ്ടാക്കിക്കൊണ്ട് ആഘൂർണ ജഗദണ്ഡ കുണ്ഠകുഹരഃ ഘോരസ്തവാഭൂദ്രവഃ. കേട്ട് രണ്ടുപേർ ഭയപ്പെടാത്ത രണ്ടുപേർ ഭയപ്പെട്ടു എന്നാണ്. ഒന്ന് ഹിരണ്യകശിപു, അവൻ ഭയപ്പെടണം അല്ലേ, മനുഷ്യനുമല്ല മൃഗവുമല്ല ഒരു സത്വം. അഹോകിമേതൻ നിർമൃഗേന്ദ്ര രൂപം. വേറെ ഒരാള് പേടിച്ചു, ബ്രഹ്മാവ്. താമരയിൽ നിന്നും എഴുന്നേറ്റ് നിന്നു അത്ര. എന്താന്ന് വെച്ചാൽ അദ്ദേഹമാണ് വരം കൊടുത്തത്. അദ്ദേഹവും പേടിച്ചു. ആഘൂർണ ജഗദണ്ഡ കുണ്ഠകുഹരോ ഘോരസ്തവാഭൂദ്രവഃ ശ്രുത്വായം കില ദൈത്യരാജഹൃദയേ പൂർവം കദാപ്യശ്രുതം കമ്പഃ കശ്ചന സമ്പപാതചലിതോപി അംഭോജഭൂഃ വിഷ്ടരാത്. ഇവിടെ ഭഗവാന്റെ ആ രൂപം എങ്ങനെ ഉണ്ട്?
അതിഭയങ്കരമായ നരസിംഹരൂപം. തപ്ത സ്വർണ സവർണ ഘൂർണതതിരൂക്ഷം സടാകേസര പ്രോത്കമ്പ പ്രനികുംബിതംബരവഹോ ജിയാത്തവേദം വപുഃ വ്യാപ്തവ്യാപ്തമഹാദരീസഖമുഖം ഖഡ്ഗോഗ്രവൽഗൻ മഹാജിഹ്വാനിർഗമ ദൃശ്യമാന സുമഹാദംഷ്ടായുഗോഡ്ഡാമരം. തപ്തസ്വർണ സവർണ ഘൂർണത് അതിരൂക്ഷാക്ഷം, ഉരുക്കിയെടുത്ത സ്വർണത്തിന്റെ നിറമുള്ള തിളങ്ങുന്ന കണ്ണുകള്, അത്യുജ്വലമായി തിളങ്ങുന്ന കണ്ണുകള്. അങ്ങനെ സിംഹത്തിന്റെ സട അങ്ങനെ കുടഞ്ഞുകൊണ്ട് ഭഗവാൻ ആ സ്തംഭത്തിൽ നിന്ന് പുറത്തു വന്നു. സടാകേസര പ്രോത്കമ്പ പ്രനികുംബിതാംബരം എന്നാണ് ആ സ്കന്ധരോമങ്ങൾ, ചിടകെട്ടിയ സ്കന്ധരോമങ്ങള് അങ്ങനെ എഴുന്നുയരവേ ആകാശത്തെ മുച്ചൂടും മൂടിക്കളയുന്ന വായ, ആ വായ അങ്ങനെ അങ്ങോട്ട് തുറന്നു നിന്നു. യാത്തവ്യാപ്ത മഹാദരീസഖമുഖം, വലിയ ഗുഹ പോലുള്ള ആ വായ തുറന്നു. വാൾ പോലെ, വാളിങ്ങനെ ഇട്ട് ചുഴട്ടണ പോലെയുള്ള നാക്കുകള് അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് അങ്ങോട്ട് വന്നു. പുറത്തേക്ക് അങ്ങോട്ട് നീട്ടുന്നു. വലിയ ദംഷ്ട്രകള്, കയ്യിലുള്ള നഖങ്ങള്. ജിഹ്വാനിർഗമ ദൃശ്യമാന സുമഹാ ദംഷ്ട്രായുഗോഡ്ഡാമരം. അങ്ങനെയുള്ള ഭയങ്കരമായ രൂപത്തോടുകൂടെ വന്നു. കണ്ടപ്പോ പേടിച്ചു ഒരു ക്ഷണത്തേക്ക്. അടുത്ത ക്ഷണത്തേക്ക് ധൈര്യം വന്നു അത്രേ. ഇവന്റെ ഉള്ളു പറയണു മഹാപ്രഭു, ഭഗവാന്റെ കാവൽക്കാരനല്ലേ. പുറമേക്ക് പേടി, അകമേക്ക് ഭക്തി. എടുത്തു ചാടി. നൂനം വിഷ്ണുരഹം അയം നിഹന്മി അമുമിതി, ഇത് വിഷ്ണുവാണ്, വധിച്ചു കളയാം എന്ന് കയ്യില് ഗദയും എടുത്തുകൊണ്ട് ചാടിയ ഹിരണ്യകശിപുവിനെ ഭഗവാൻ അങ്ങോട്ട് പിടിച്ചു. ഭ്രാമ്യന്തം ദിതിചാധമം പുനരപി പ്രോദ്ഗൃഹ്യ ദൂർഭ്യാം ജവാത് ദ്വാരേഥോരുയുഗേ നിപത്യ നഖരാൻ വിത്ഖായ വക്ഷോഭുവി. എടുത്തു മടിയിൽ വെച്ചു. തന്റെ ഭക്തനല്ലേ, ഒന്നുമല്ലെങ്കിൽ കാവൽക്കാരനാണ്. അപ്പൊ മടിയിലാണ് മരണം. സന്ധ്യാസമയം പകലല്ല, രാത്രിയല്ല, വീട്ടിന്റെ ഉള്ളല്ല, പുറത്തല്ല. ഭഗവാൻ മനുഷ്യനല്ല, മൃഗമല്ല, ബ്രഹ്മാവ് സൃഷ്ടിച്ച ജന്തുവല്ല, കയ്യിലുള്ള നഖം ആയുധമല്ല, ജീവൻ ഉള്ളതുമല്ല, ജീവനില്ലാത്തതുമല്ല. എടുത്തു മടിയിൽ വെച്ചു. അകത്തുമല്ല, പുറത്തുമല്ല, ഇടസ്ഥലത്ത് വെച്ചു. നെഞ്ചില് ഒരു ക്ഷണം ഭഗവാൻ മടിയിൽ വെച്ചു. ഇവന് ദർശനം. ഭയങ്കരമായി ഗർജിച്ചു. നെഞ്ച് കീറി വലിച്ചെടുത്തു. കുടൽമാലയെടുത്ത് കഴുത്തിലണിഞ്ഞു. ഘോരമായി ഗർജിച്ചുകൊണ്ട് കോപം തീരാതെ അസുര സൈന്യത്തിനെയൊക്കെ എടുത്ത് വിഴുങ്ങാൻ തുടങ്ങി. ത്യക്വാതം ഹതമാശു ലക്തലഹരീ സിക്തോന്നമദ്വർഷ്മണി പ്രത്യുത്പത്യ സമസ്ത ദൈത്യപടലീം ച ആഖാദ്യമാനേ ത്വയി ഭക്തരക്ഷണം. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃത. ഈ ശ്ലോകത്തിന് വ്യാഖ്യാനം ഇവിടെ. പരിത്രാണായ സാധൂനാം, പ്രഹ്ലാദനെ രക്ഷിക്കണം, വിനാശായ ച ദുഷ്കൃതം. അപ്പൊ ഈ അസുര സൈന്യത്തിനെ എടുത്ത് വിഴുങ്ങാൻ തുടങ്ങി. സമുദ്രം കിടന്ന് ഓളം വെട്ടുന്നു. ഭൂമി കുലുങ്ങി. സർവചരാചരങ്ങളും ഭയങ്കരമായ ഒരു അവസ്ഥയിൽ എത്തി നിന്നു. ഭഗവാനോ ദേഹം മുഴുവൻ മാംസവും രക്തവും ഇങ്ങനെ ചെതറിക്കിടക്കുകയാണ്. താവൻ മാംസവപാകരാള വപുഷം ഘോരാന്ധ്രമാലാധരം. അന്ധ്രമാല, കുടൽമാല കഴുത്തിലണിഞ്ഞ് ത്വാം മധ്യേ സപമിദ്ധരോഷമുഷിതം ദുർവാര ഗുർവാരവം അഭ്യേതും ന ശശാക കോപി ഭുവനേ ദൂരേ സ്ഥിതാ ഭീരവഃ സർവേ ശർവവിരിഞ്ചവാസവമുഖാഃ പ്രത്യേകമസ്തോഷത. അടുത്താരും പോവാതെ ദേവന്മാരൊക്കെ ദൂരത്തു നിന്ന് ഭഗവാനെ ഓരോരുത്തരായി ശാന്തമാവാനായിക്കൊണ്ട് ഓരോ ദേവതകളായി ഭഗവാനെ സ്തുതിച്ചു. ബ്രഹ്മോവാച നമോസ്ത്വനന്തായ ദുരന്തശക്തയേ വിചിത്രവീര്യായ പവിത്രകർമ്മണേ വിശ്വസ്യ സംസർഗസ്ഥിതി സംയമാൻ ഗുണൈഃ സ്വലീലയാ സന്ധതതേ അവ്യയാത്മനേ. ശ്രീരുദ്രൻ സ്തുതിച്ചു. കോപകാദോ യുഗാന്തസ്തേ
ഹതോയം അസുരോൽപകഃ തത്സുതം പാഹി ഉപസൃതം ഭക്തം ദേ ഭക്തവത്സലാം. ഇന്ദ്രൻ സ്തുതിച്ചു. പ്രത്യാനീതാ പരമഭവതാം ത്രായതാനസ്വഭാഗാം ദൈത്യാക്രാന്തം ഹൃദയകമലം ത്വദ്ഗൃഹം പ്രത്യബോധി കാലഗ്രസ്തം കിയദിദമഹോനാഥ ശുശ്രൂഷതാം തേ മുക്തിസ്തേഷാം നഹി ബഹുമതാം നാരസിംഹാപരൈക്യം. ഋഷികളെ സ്തുതിച്ചു. ത്വം നസ്തപഃ പരമമാർത്ഥയദാത്മതേജോ ഏനേദമാദിപുരുഷാത്മഗതം സസർജ തദ്വിപ്രലുപ്തമമുനാദ്യ ശരണ്യപാലാ രക്ഷാഗൃഹീത വപുഷാ പുനരന്വമംസ്ഥാ. പിതൃക്കളെ സ്തുതിച്ചു. ശ്രാദ്ധാനി ഭുഭുജേ പ്രസഭം തനൂജൈ ദത്താനി തീർത്ഥസമയേപി അഭിപത്തിലംബൂ തസ്യോദരാത് നഖവിദീർണവപാദ്യ ആക്ഷത് തസ്മൈ നമോ നൃഹരയേ അഖിലധർമ്മഗോപ്ത്രേ. സിദ്ധന്മാരെ സ്തുതിച്ചു. യോനോ ഗതിം യോഗസിദ്ധാമസാധു അഹാർഷീദ് യോഗതപോബലേന നാനാദർപ്പം തം നഖൈർനിർദദാര തസ്മൈ തുഭ്യം പ്രണതാസ്മോ നൃസിംഹ. വിദ്യാധരന്മാരെ സ്തുതിച്ചു. വിദ്യാം പൃഥക് ധാരണയാനുരദ്ധം ന്യഷേധജ്ഞോ ബലവീര്യദൃപ്ത സയേന സംഖ്യേ പശുപത് ഹതസ്തം മായാ നൃസിംഹം പ്രണതാസ്മ നിത്യം. നാഗന്മാരെ സ്തുതിച്ചു. ഏന പാപേന രത്നാനി സ്ത്രീരത്നാനി ഹൃദാനിനഃ തദ്വക്ഷപാടനേനാസൗ ദത്താനന്ദനമോസ്തുതേ. മനുക്കളെ സ്തുതിച്ചു. മനവോ വയം തവ നിദേശകാരിണോ ദിതിജേന ദേവ പരിഭൂതസേതവഃ ഭവതാ ഖലസ്സ ഉപസംഹൃത പ്രഭോ കരവാമതേ കിം അനുഷാധി കിങ്കരാനി. പ്രജാപതികളെ സ്തുതിച്ചു. പ്രജേശാവയം തേ പരേശാഭിതൃപ്താ നയേന പ്രജാ വൈ സൃജാമോ നിഷിദ്ധാ സയേഷ ത്വയാ ഭിന്നഭക്ഷാനുഷേതേ ജഗന്മംഗളം സത്വമൂർത്തേവതാരാ. ഗന്ധർവന്മാരെ സ്തുതിച്ചു. വയം വിഭോതേ നടനാട്യഗായക ഏനാത്മസാദ് വീര്യബലൗജസാകൃതാഃ സയേഷ നീതോ ഭവതാ ദശാമിമം കിമുത്പതസ്ഥഃ കുശലായ കൽപ്പതേ. ചാരണന്മാരെ സ്തുതിച്ചു. ഹരേ തവാഘ്രി പങ്കജം ഭവാപവർഗമശ്രിത യദേശ സാധുഹൃച്ഛയത്വയാ സുരഃ സമാപിതഃ. യക്ഷന്മാരെ സ്തുതിച്ചു. വയമനുചരമുഖ്യാ കർമ്മഭിസ്തേ മനോജ്ഞൈഃ തൈഹ ദിതിസുതേന പ്രാപിതാവാഹകത്വം സതു ജനപരിതാപം തത്കൃതം ജാനതാതേ നരഹര ഉപനീതഃ പഞ്ചതാം പഞ്ചവിംശ. കിംപുരുഷന്മാരെ സ്തുതിച്ചു. വയം കിംപുരുഷാ ത്വം തു മഹാപുരുഷ ഈശ്വരഃ അയം കുപുരുഷോ നഷ്ടോ ധികൃത സാധുഭിർയദാ. വൈതാളികന്മാരെ സ്തുതിച്ചു. സഭാസു സത്രേഷു തവാബലം യശോ ഗീത്വാ സപര്യാം മഹതീം ലഭാമഹേ യസ്താം വ്യനൈഷീത് ഭൃശമേഷ ദുർജനഃ ദിഷ്ട്യാ ഹതസ്തേ ഭഗവൻ യഥാ മയാ. കിന്നരന്മാരെ സ്തുതിച്ചു. വയമീശ കിന്നരഗണാഃ തവാനുഗാ ദിതിജേന വിഷ്ടിമമുനാനുകാരിതാഃ ഭവതാ ഹരേ സവൃജിനോപസാദിതോ നരസിംഹനാഥ വിഭയായനോ ഭവ വിഭവായനോ ഭവ. വിഷ്ണുപാർഷദന്മാരെ സ്തുതിച്ചു.
അദ്യൈതത് ഹരിനരൂപമദ്ഭുതം തേ ദൃഷ്ടം ന ശരണത സർവലോകശർമ്മ സോയം തേ വിധികര ഈശ വിപ്രശപ്തഃ തസ്യേദം നിധനമനുഗ്രഹായ വിദ്മഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഭഗവാൻ അതിഗംഭീര രൂപധാരിയായി ഇതുവരെ ആവിർഭവിക്കാത്ത അത്യാശ്ചര്യകരമായ രൂപം ധരിച്ച് ഈ അസുരന്റെ ജഡശരീരം മടിയിൽ വെച്ചുകൊണ്ട് സിംഹാസനത്തിൽ കയറിയിരുന്നു. ഭഗവാൻ എന്തിന് ഈ സിംഹാസനം എന്ന് വെച്ചാൽ ഈ സിംഹാസനത്തിൽ ഇരുന്നാണ് അനേക അധർമ്മങ്ങളും നടന്നിട്ടുള്ളത്. അതുകൊണ്ട് അശുദ്ധമായ സിംഹാസനം നാളെ പ്രഹ്ലാദൻ ഇരിക്കേണ്ടതാണ് ഇതിൽ. അതുകൊണ്ട് ആ സിംഹാസനത്തിൽ സർവേശ്വരൻ കയറിയിരുന്ന് അതിനെ ശുദ്ധം ചെയ്തു. കോപം തീരാതെ ഗർജിച്ചുകൊണ്ടിരിക്കുന്നു. സർവദേവതകളും പ്രാർത്ഥിച്ചിട്ടും സ്തുതിച്ചിട്ടും ഭഗവാൻ കോപം തീരാതെ ഗർജിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂയോപി അക്ഷതരോഷധം നിഭവതി ബ്രഹ്മാജ്ഞയാ ബാലകേ പ്രഹ്ലാദേ പദയോ നമത്യപഭയേ കാരുണ്യഭാരാകുലഃ ശാന്തസ്ത്വം കരമസ്യ മൂർധ്നി സമധാഃ സ്തോത്രൈഃ യതോദ്ഗായതഃ തസ്യാ കാമധിയോപി തേ നിധവരം ലോകായ ചാനുഗ്രഹം. ഇതിനു മുമ്പൊരു സപ്താഹത്തില് നരസിംഹാവതാര ഘട്ടത്തില് നരസിംഹത്തിന്റെ രൂപം ധരിച്ച് വേഷം കെട്ടി ആ സമയത്ത് തൂണ് പൊളിച്ച് പുറത്ത് ഗർജിച്ചു കൊണ്ടുവന്നു. സദസ്സിലുള്ളവരാരും പ്രതീക്ഷിച്ചിരുന്നില്ല, ഒക്കെ പേടിച്ചുപോയി. ശരിക്കു വന്നു. അങ്ങനെ നരസിംഹരൂപം വന്ന് സദസ്സിലുള്ളവരൊക്കെ പേടിച്ചപ്പോ അദ്ദേഹത്തിന്റെ പേരക്കുട്ടി അറിയണത് കൊണ്ട് മടിയിൽ കയറിപ്പോയിരുന്നു. പേരക്കുട്ടിക്ക് അറിയാം ഇത് മുത്തശ്ശനാണ്, അമ്മാവനാണ്, അച്ഛനാണ്. അവർക്ക് കുട്ടികൾക്ക് വേഷം കെട്ടിയാലും കണ്ടുപിടിച്ചത് കൊണ്ട് യാതൊരു ഭയം. ഇതാരാണെന്ന് അറിയാത്ത പലരും അവിടുന്ന് പേടിച്ചു. അതുപോലെ ഇവിടെ നരസിംഹരൂപം ഗർജിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് എല്ലാവരും ഭയന്ന് നിൽക്കുമ്പോ പ്രഹ്ലാദൻ യാതൊരു ഭയം കൂടാതെ മുമ്പിൽ ചെന്ന് നമത്യഭയേക, പേടിയൊന്നും കൂടാതെ മുമ്പിൽ ചെന്ന് നമസ്കരിച്ചു. അങ്ങനെ നമസ്കരിച്ചപ്പോ കാരുണ്യഭാരാകുലഃ, കാരുണ്യമേ നിറഞ്ഞു നിൽക്കുന്ന രൂപം. ആശുതോഷനാണ് നരസിംഹൻ. ആ ക്ഷണത്തില് തോഷം എന്താന്ന് വെച്ചാൽ കാത്തുകൊണ്ടൊന്നും നിന്നില്ല, അനേക വർഷങ്ങളൊന്നും എടുത്തില്ല. എപ്പ പറഞ്ഞുവോ അപ്പ വന്നു നരസിംഹാവതാരം. സത്യം വിധാതും നിജഭൃത്യഭാഷിതം. അപ്പൊ അങ്ങനെയുള്ള നരസിംഹാവതാരം ഭഗവാന്റെ മുമ്പിൽ പ്രഹ്ലാദൻ ചെന്ന് നമസ്കരിച്ചതും കാരുണ്യം നിറഞ്ഞു കവിഞ്ഞ പ്രഭു. ശാന്തസ്ത്വം കരമസ്യ മൂർധ്നി സമധാഃ, പരമപ്രശാന്തനായി കൈയെടുത്ത് പ്രഹ്ലാദന്റെ ശിരസിൽ വെച്ചു. കരമസ്യ മൂർധ്നി സമധാം, അങ്ങനെ ശിരസില് കൈവച്ചതോടുകൂടെ സപദ്യ അഭിവ്യക്ത പരാത്മദർശന, ആ കൈവച്ചതോടുകൂടെ പ്രഹ്ലാദന് ഹൃദയത്തിൽ നിർവികൽപമായ ബ്രഹ്മാനുഭവം ഉണ്ടായി. പരമാത്മബുദ്ധി തെളിഞ്ഞു. ജഗത്ത് മുഴുവൻ ബ്രഹ്മമയം അല്ലെങ്കിലും അറിയാം. പക്ഷെ ഭഗവാന്റെ കരസ്പർശം ഏറ്റതോടുകൂടെ ആ സമയത്ത് തന്നെ സർവചരാചരങ്ങളും ഉജ്ജ്വലമായി സാന്ദ്ര ആനന്ദ അവബോധ സ്വരൂപമായി ജ്വലിച്ചു പ്രഹ്ലാദൻ ഭഗവാന്റെ കരസ്പർശം ഏറ്റതോടുകൂടെ. അങ്ങനെ ഇരിക്കുമ്പോ പ്രഹ്ലാദൻ ഭഗവാനെ ശാന്തമാക്കാൻ കൈകൂപ്പി മുമ്പിൽ ചെന്ന് നിന്നു. ബ്രഹ്മാദയ സുരഗണാമുനയോത സിദ്ധാഃ സത്വൈകതാനമനയോ വജസാം പ്രവാഹൈഃ നാരാദിതും പുരുഗുണൈരധുനാപി പിപ്രുഃ കിം തോഷ്ടുമർഹതി സമേ ഹരിരുഗ്രജാതേഃ മന്യേ ധനാഭിജനരൂപതപശ്രുതൗ തേജഃപ്രഭാവ ബലപൗരുഷബുദ്ധിയോഗാഃ നാരാധനായ ഹി ഭവന്തി പരസ്യ പുംസഃ ഭക്ത്യാ തുതോഷ ഭഗവാൻ ഗജയൂതപായാം. ബ്രഹ്മാദയ സുരഗണാമുനയോധ സിദ്ധാഃ, ബ്രഹ്മാദികളും ദേവതകളും ഒക്കെ സ്തുതിച്ചിട്ടും ശാന്തമാവാത്ത പ്രഭു, ഞാൻ ഒരു അസുരജാതിയിൽ ജനിച്ച എന്റെ മുമ്പിൽ പ്രഭു ശാന്തനായി. ഇതുകൊണ്ട് തെളിയുന്നത് എന്താണ്? ഭക്തിയാണ് ഭഗവാന് വേണ്ടത്. ലളിതമായ സരളമായ വിനയത്തോടുള്ള പ്രഭുവിനോടുള്ള ഭക്തി കൊണ്ട് പ്രഭു സന്തോഷിക്കണം. അങ്ങനെ പ്രഭുവിനെ സന്തോഷിപ്പിച്ചു പ്രഹ്ലാദൻ ശാന്തനാക്കി. ഭഗവാൻ പ്രഹ്ലാദനെ എടുത്തു മടിയിൽ വെച്ചു. ഭഗവാൻ എവിടെ? കോപം ഏവം നാട്ടിത രൗദ്രചേഷ്ടിത വിഭോ ശ്രീതാപനീയാഭിത ശ്രുത്യന്ത സ്ഫുടഗീത സർവമഹിമൻ അത്യന്ത ശുദ്ധാകൃതേ.
അത്യന്ത ശുദ്ധാകൃതി. ഉപനിഷത്ത് ഗാനം ചെയ്യുന്ന അവതാരം, ഉപനിഷത്തുകൾ പാടുന്ന അവതാരം. നരസിംഹ പൂർവതാപനീയ ഉപനിഷത്ത്, ഉത്തരതാപനീയ ഉപനിഷത്ത് എന്നുള്ള ഉപനിഷത്ത് ആദിശങ്കര ഭഗവത്പാദര് ഭാഷ്യം എഴുതിയിട്ടുള്ള ഉപനിഷത്ത്. അങ്ങനെയുള്ള ഉപനിഷത്ത് ഗാനം ചെയ്യുന്ന അവതാരം അത്യന്ത ശുദ്ധമായ അവതാരം. ശുദ്ധം എന്ന് വെച്ചാൽ ബ്രഹ്മചാരികൾ നരസിംഹമന്ത്രം ജപിക്കണം. ആത്മജ്ഞാനത്തിനെ ആഗ്രഹിച്ച് ബ്രഹ്മചര്യ ദീക്ഷ എടുത്തവർക്കൊക്കെ നരസിംഹമന്ത്രം ഉപദേശം. എല്ലാം കൊണ്ടും ശുദ്ധമായ അവതാരം, ആ ജീവനെ ശുദ്ധമാക്കുന്ന അവതാരം, കാത്തുരക്ഷിക്കുന്ന അവതാരം, വിഷയവാസനയിൽ വീണുപോവാത്ത അവതാരം, ബ്രഹ്മവിദ്യയെ സമ്പാദിക്കാൻ ശക്തി കൊടുക്കണ മന്ത്രം. അങ്ങനെയുള്ള നരസിംഹമൂർത്തി പ്രഹ്ലാദനെ എടുത്തു മടിയിൽ വെച്ചു. ഒരു പട്ടാഭിഷേകം ചെയ്യണം. ആര് പട്ടാഭിഷേകം ചെയ്യും? ഭഗവാനെ പട്ടാഭിഷേകം. രാജാവിന് സിംഹാസനം വേണം. സിംഹാസനം ഭഗവാന്റെ മടി. ഏത് രാജ്യത്തിന് പരിപാലനം? ഭക്തരാജ്യത്തിന് ചക്രവർത്തി, ഭക്തന്മാരുടെ രാജ്യത്തിന് ചക്രവർത്തി. ആ ചക്രവർത്തിക്ക് ശിരസിൽ ഒരു ഭക്തിലോകത്തിന് പറ്റിയ രീതിയിൽ ഒരു കിരീടം വേണം. ഭഗവാന്റെ ഹസ്തമാവുന്ന കിരീടം പ്രഹ്ലാദന്റെ ശിരസിൽ. അങ്ങനെയുള്ള രാജാവിനെ ചക്രവർത്തിയായി പട്ടാഭിഷേകം ചെയ്യണ സമയത്ത് സിന്ധുജലം കൊണ്ടുവന്ന് അഭിഷേകം ചെയ്യണം. ഇവിടെ ഏത് ജലം കൊണ്ട് അഭിഷേകം? ഭഗവാന്റെ കണ്ണിന്ന് വീഴുന്ന ആനന്ദാശ്രു കൊണ്ട് അഭിഷേകം. അങ്ങനെ തന്റെ മടിയാവുന്ന സിംഹാസനത്തിൽ വെച്ച് തന്റെ കരമാവുന്ന കിരീടം പ്രഹ്ലാദന്റെ ശിരസിൽ വെച്ച് ആനന്ദാശ്രു കൊണ്ട് പ്രഹ്ലാദന്റെ ശിരസ് ഭഗവാൻ അഭിഷേകം ചെയ്തു. പ്രഹ്ലാദപ്രിയ ഹേ മരുത്പുരപതേ സർവാമയാത്മാഹിമ. പ്രഹ്ലാദപ്രിയനായിട്ടുള്ള ആ നരസിംഹമൂർത്തി പ്രഹ്ലാദനെ അനുഗ്രഹിച്ചു. എന്തു വരം വേണം? പ്രഹ്ലാദൻ പറഞ്ഞു, എനിക്കെന്ത് വരം? വരം വേണം എന്നുള്ള ആഗ്രഹമേ വരാതിരിക്കട്ടെ. കാമാനാം ഹൃദയ അസംരോഹ. ഹൃദയത്തിൽ ഒരാശയും പൊന്താതെ ഇരിക്കാനുള്ള വരം തരൂ പ്രഭു എന്ന് പറഞ്ഞു. ഭഗവാൻ പ്രഹ്ലാദനെ ആശീർവദിച്ചു, പരിപൂർണമായി ആശീർവദിച്ച് 21 തലമുറ ശുദ്ധമായി എന്ന് ആശീർവദിച്ച് ഹിരണ്യകശിപുവിനും പ്രഹ്ലാദൻ മുഖേന ആശീർവാദം എല്ലാവിധത്തിലും ആശീർവദിച്ച് ഭഗവാൻ തിരോധാനം ചെയ്തു. അവിടെ തന്നെ ത്രിപുരദഹനം കഥയും ചുരുക്കി പറഞ്ഞു. അത് നമുക്ക് നാരായണീയത്തിൽ ഇവിടെ പറയണില്ല. അങ്ങനെ നരസിംഹാവതാരം നരസിംഹമൂർത്തിയെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് ഇന്ന് നമുക്ക് പിരിയാം. നാളെ 9 മണിക്ക് ആരംഭം. ശ്രീമത് പയോനിധിനികേതന ചക്രപാണേ ഭോഗീന്ദ്രഭോഗമണിരഞ്ജിത പുണ്യമൂർത്തേ യോഗീശ ശാശ്വത ശരണ്യഭവാബ്ധിപൗത ലക്ഷ്മീ നൃസിംഹ മമ ദേഹി കരാവലംബം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം.